Good afternoon. Good afternoon, Miss. Good afternoon. കഴിച്ചോ? ഊണൊക്കെ കഴിച്ചോ എല്ലാവരും? കഴിച്ചില്ല? ഇല്ല മിസ്. എന്തേ കഴിക്കേണ്ടതിനെ? ഭക്ഷണം കഴിക്കണം കേട്ടോ സമയത്തിനൊക്കെ. ക്ലാസ് കണ്ടോണ്ടിരുന്നാലും ഫുഡ് കഴിച്ചാൽ മതി. ക്ലാസ് എന്നിട്ട് ശ്രദ്ധിച്ച് കേൾക്കാം. അപ്പൊ അതൊക്കെ തുടങ്ങിയാലോ ഇന്നത്തെ? കഴിഞ്ഞ എടുത്തതൊക്കെ എല്ലാവരും വായിച്ചു നോക്കിയിരുന്നോ? നോക്കി എല്ലാവരും കിട്ടുന്ന സമയത്തൊക്കെ നമ്മൾ എടുത്ത പോർഷൻസ് ഒക്കെ വായിക്കണം കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് പോർഷൻസ് ഒക്കെ തീർന്നു കഴിയുമ്പോൾ ഫസ്റ്റ് സെക്കൻഡ് മൊഡ്യൂൾസിന്റെ എക്സാം വരും. അപ്പോ അന്നേരം എല്ലാം എടുത്ത് പഠിക്കാൻ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് വരും കേട്ടോ. അപ്പൊ കിട്ടുന്ന സമയം അതിനനുസരിച്ച് മാനേജ് ചെയ്തിട്ട് പഠിക്കാൻ നോക്കണം കേട്ടോ. അപ്പൊ ശരി, നമുക്ക് ഇന്നത്തെ ക്ലാസ് ഒക്കെ തുടങ്ങാം. ഓൾ മ്യൂട്ട് ചെയ്യണം കേട്ടോ. നമ്മള് കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സില് നമ്മള് ഇൻജക്ടിങ് ഓഫ് ഡ്രഗ്സ് പഠിച്ചിരുന്നു അല്ലെ? ഇൻജക്ടിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? കഴിച്ചാ? ഓക്കെ ഓക്കെ, ഭക്ഷണം കഴിച്ചോളൂ കേട്ടോ. അല്ലെങ്കിൽ നിങ്ങള് ക്ലാസ് കേൾക്കുന്ന സമയത്താണ്, എന്തായാലും ഓഫ്ലൈൻ ക്ലാസ് അല്ലല്ലോ, ഭക്ഷണം കഴിച്ചുകൊണ്ട് കാണുകയും ചെയ്യും. ശ്രദ്ധിച്ച് കേട്ടാൽ മതി കേട്ടോ. ഓക്കെ, അപ്പം നമ്മള് ഇൻജക്ടിങ് ഓഫ് ഡ്രഗ്സ് അല്ലെ, മരുന്നുകൾക്ക് റിക്വസിഷൻ കൊടുക്കുന്നത്, അതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ എന്തൊക്കെയാ നമ്മൾ പഠിച്ചത്? പിന്നെ എന്തൊക്കെയാ നമ്മൾ പറഞ്ഞു? ഇൻജക്ടിങ് ഓഫ് ഡ്രഗ്സ് പഠിച്ചു. പിന്നെ സ്റ്റോറേജ് ഓഫ് ഡ്രഗ്സ് അല്ലെ. പിന്നെ പ്രധാനമായിട്ട് അതിനകത്ത് നമ്മുടെ എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി ഒക്കെ പറഞ്ഞു അല്ലെ. EOQ എന്താണെന്ന് പറഞ്ഞു. പിന്നെ പ്രധാനപ്പെട്ട റെക്കോർഡ്സുകളും രജിസ്റ്റേഴ്സുകളും എന്താണ്? ഒരു ഫാർമസിയിൽ സൂക്ഷിക്കുന്ന റെക്കോർഡുകളും രജിസ്റ്റേഴ്സുകളും ഏതൊക്കെയാണ്? പിന്നെ ഒരു ബിൽ കാർഡ് എന്താണ്? അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു. പിന്നെ സ്റ്റോറേജ് ഓഫ് ഡ്രഗ്സ് അല്ലെ, വിവിധ തരത്തിലുള്ള മരുന്നുകളുണ്ട്. അവയെല്ലാം സ്റ്റോർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങൾ അല്ലെ, അതുവരെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. കോൾഡ് സ്റ്റോറേജ് വരെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. എന്താണ്? ചാപ്റ്റർ ഫാർമസി കേട്ടോ. ഫാർമസി ചാപ്റ്റർ നമ്പർ 15 ആണ് ഫാർമസി കേട്ടോ. ഇന്നത്തോടുകൂടി ഫാർമസി ചാപ്റ്റർ നമ്മുടെ അവസാനിക്കും കേട്ടോ. അപ്പൊ നമുക്ക് കോൾഡ് സ്റ്റോറേജ് വരെയാണ്. എടുക്കൂട്ടോ ഷിജിന. ഫസ്റ്റ് മോഡ്യൂളിൽ നമ്മൾ ഒരു ചാപ്റ്റേഴ്സ് മിസ് ആവില്ല കേട്ടോ, അത് പേടിക്കണ്ട, എടുക്കൂട്ടോ. അത് 3 പേര് കൂടിയിട്ടാണല്ലോ നമുക്ക് ഷെയർ ചെയ്തിട്ട് എടുത്തിട്ട്. എന്റെ പോർഷൻസ് ആണ് ഞാനിപ്പോ എടുത്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അതിലെ മിസ്സിന്റെ ഉണ്ട്, ഈ മിസ്സിന്റെ ഉണ്ട്, എല്ലാവരും തീർക്കും കേട്ടോ. ഓക്കെ, അപ്പൊ അത് പേടിക്കണ്ട, ചാപ്റ്റേഴ്സ് ഒന്നും മിസ് ആവില്ല കേട്ടോ. നോക്കാം. അപ്പൊ നമ്മള് കോൾഡ് സ്റ്റോറേജ് ഡ്രഗ്സ് വരെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത്. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് നോക്കാം. ഇന്ന് പഠിക്കുന്ന കാര്യങ്ങളൊക്കെ സിമ്പിൾ ആണ് കേട്ടോ. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. സിമ്പിൾ ആയിട്ട് നമുക്ക് പറഞ്ഞു പോവാം. എന്താണ് മെഡിക്കേഷൻ പ്രൊസീജിയർ? എന്താണ് മെഡിക്കേഷൻ പ്രൊസീജിയർ? എന്താണ് മെഡിക്കേഷൻ പ്രൊസീജിയർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? എന്താണ്? അതായത് നമ്മള് ഒരു ഡോക്ടർ മരുന്ന് പ്രിസ്ക്രൈബ് ചെയ്യുന്നത് മുതൽ ആ മരുന്ന് എന്താണ് ഫാർമസിയിലെ മരുന്നുകൾ എടുത്ത് രോഗിയിലേക്ക് എത്തുന്നത് വരെയുള്ള കുറച്ച് പ്രൊസീജിയേഴ്സ് ഉണ്ട് അല്ലെ, കുറച്ച് നടപടിക്രമങ്ങളുണ്ട്. അതെന്തൊക്കെയാണെന്നാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. നമുക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പൊ നോക്കാം. മെഡിക്കേഷൻ മെത്തേഡ് ഓഫ് IPD ഫ്രം ദ ക്യാബിൻ ഓർ ബാഡി. അതായത് ഇങ്ങനെയാണ് ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിലൂടെ അല്ലെ, ഇൻപേഷ്യന്റ് അഡ്മിറ്റ് ആയിട്ട് കിടക്കുന്ന രോഗികളിലേക്ക് ആ മരുന്ന് എത്തുന്ന ചില പ്രൊസീജിയർ ആണ്. അതായത് ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യുന്നത് മുതൽ മരുന്ന് പേഷ്യന്റിലേക്ക് എത്തുന്നത് വരെയുള്ള ചില പ്രൊസീജിയേഴ്സുകളാണ് നമ്മൾ കാണാനായിട്ട് പോകുന്നത്. ഫസ്റ്റ് എന്താണ്? ഡോക്ടേഴ്സ് റൈറ്റ് ദ പ്രിസ്ക്രിപ്ഷൻസ്. അറിയാം അല്ലെ, ഡോക്ടേഴ്സ് എന്ത് ചെയ്യും? പ്രിസ്ക്രിപ്ഷൻസ് എഴുതും, കുറിപ്പടികൾ എഴുതും. അപ്പൊ നമുക്കറിയാം പൊതുവെ ഡോക്ടേഴ്സ് എഴുതുന്ന പ്രിസ്ക്രിപ്ഷൻ എന്ന് പറയുമ്പോൾ സാധാരണക്കാർക്കൊന്നും ചിലപ്പോൾ വായിച്ച് മനസ്സിലാക്കാനായിട്ട് പറ്റില്ല അല്ലെ. ആ ഒരു പ്രത്യേക സ്റ്റൈൽ ഓഫ് റൈറ്റിംഗ് ആണ് അവരുടെ, മിക്കവരുടെ അങ്ങനെ തന്നെയാണ് അല്ലെ. അപ്പൊ എന്താ ചെയ്യുന്നത്? ഡോക്ടേഴ്സ് റൈറ്റ് ദ പ്രിസ്ക്രിപ്ഷൻസ് എഴുതുന്നു. എന്നിട്ട് എന്ത് ചെയ്യാണ്? ദ നഴ്സസ് ട്രാൻസ്ക്രൈബ് ദ പ്രിസ്ക്രിപ്ഷൻ ബൈ ഇലക്ട്രോണിക് മെഷീൻസ് ഓൺ ടു ദ HIS. നഴ്സുമാരാണ് എന്ത് ചെയ്യുന്നത്? ഈ ഡോക്ടർ എഴുതിയിട്ടുള്ള പ്രിസ്ക്രിപ്ഷൻസ് ആ കുറിപ്പടികളെ ട്രാൻസ്ക്രൈബ് ചെയ്യാണ്. ട്രാൻസ്ക്രൈബ് ചെയ്യാന്ന് വെച്ചാൽ എന്താണ്? പകർത്തി എഴുതാണ് അല്ലെ.
ട്രാൻസ്ക്രൈബ് ചെയ്യും ഇതിന്റെ സഹായത്തോടെ ബൈ ദി ഇലക്ട്രോണിക് മെഷീൻ സിസ്റ്റം കമ്പ്യൂട്ടറിന്റെ സഹായത്തോട് കൂടിയിട്ട് അവർ ഡോക്ടർ എഴുതിയ പ്രിസ്ക്രിപ്ഷനെ ട്രാൻസ്ക്രൈബ് ചെയ്യും പകർത്തിയിട്ട് ഇതിലേക്കാക്കാണ് HIS എന്താണ് ഹോസ്പിറ്റൽ ഇൻഫോർമേഷൻ സിസ്റ്റം അഥവാ ഹെൽത്ത് ഇൻഫർമേഷൻ ഷംസിയ കറക്റ്റ് ആണ് കേട്ടോ നമ്മളത് പഠിച്ചിട്ടുണ്ട് നമ്മൾ ലബോറട്ടറി സർവീസസ് പഠിച്ചില്ല പിന്നെ HIS എന്താണ് LIS ഒക്കെ പഠിച്ചത് ഓർമ്മയില്ല ലബോറട്ടറി ഇൻഫർമേഷൻ സിസ്റ്റം അവിടെ പറഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ ഓക്കെ അപ്പൊ ഈ പറയുന്ന ഹെൽത്ത് ഇൻഫർമേഷൻ സിസ്റ്റം അഥവാ ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റത്തിലേക്ക് നമ്മൾ എന്ത് ചെയ്യും നേഴ്സ് പ്രിസ്ക്രിപ്ഷനെ ട്രാൻസ്ക്രൈബ് ചെയ്യാം പകർത്താണ് ഓക്കെ ആ ഒരു സോഫ്റ്റ്വെയറിലേക്ക് കയറ്റി വിട്ട് കഴിഞ്ഞാൽ അത് എങ്ങോട്ടേക്ക് നേരെ പോകുന്നത് നമ്മുടെ ഫാർമസി ഡിപ്പാർട്ട്മെന്റിലോട്ടാണ് പോകുന്നത് ഓക്കെ അടുത്ത കാര്യം നടക്കുന്നത് ഫാർമസി ഡിപ്പാർട്ട്മെന്റിലാണ് അറ്റ് ഫാർമസി ഡിപ്പാർട്ട്മെന്റ് അഡ്മിനിസ്ട്രേഷൻ സ്റ്റാഫ് ബൈ യൂസിങ് ഇലക്ട്രോണിക് മെഷീൻ ട്രാൻസ്ലേറ്റ്സ് ഒരു വാക്ക് ചേർക്കണം കേട്ടോ അല്ലെങ്കിൽ നമുക്ക് ആ മീനിങ് കറക്റ്റ് ആയിട്ട് കിട്ടില്ല ട്രാൻസ്ലേറ്റ്സ് എന്ന് എഴുതണം കേട്ടോ TRANSLATES ട്രാൻസ്ലേറ്റ്സ് അപ്പൊ ട്രാൻസ്ലേറ്റ്സ് nurses electronic request for the medicine onto a printed medication order sheet എന്നോട് വായിക്കാണ് at the pharmacy department administration staff by using electronic machine translates nurses electronic request for the medicine onto a printed medication order sheet അപ്പൊ ഫാർമസി ഡിപ്പാർട്ട്മെന്റിൽ ഒരു അഡ്മിനിസ്ട്രേഷൻ സ്റ്റാഫ് ഉണ്ടായിരിക്കും അവരെന്ത് ചെയ്യും ഈ നഴ്സ് എന്ത് ചെയ്യുന്നുണ്ട് റിക്വസിഷൻ കൊടുത്തു വിട്ടിട്ടുണ്ട് ഇന്ന മരുന്നുകൾ വേണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അവർ HISലോട്ട് ഒരു റിക്വസിഷൻ വിട്ടിട്ടുണ്ട് അല്ലെ അപ്പൊ ആ ഒരു എന്താണ് ഇലക്ട്രോണിക് റിക്വസ്റ്റുകൾ ഉണ്ടല്ലോ നഴ്സിന്റെ അതിനെ ഇവരെന്ത് ചെയ്യാണ് ഒരു പ്രിന്റഡ് മെഡിക്കേഷൻ ഓർഡർ ഷീറ്റിലോട്ട് മാറ്റാണ് എന്ന് പറഞ്ഞാല് ഒരു പ്രിന്റഡ് ഫോമിലേക്കായിട്ട് അവരിത് മാറ്റാണ് ഡോക്ടർ എഴുതി പ്രിസ്ക്രിപ്ഷനെ നഴ്സ് എന്ത് ചെയ്യുന്നു ട്രാൻസ്ക്രൈബ് ചെയ്യുന്നു മെഷീൻസിന്റെ സഹായത്തോടെ ഇതിന്റെ ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റത്തിലേക്ക് ഇട്ട് കൊടുക്കാൻ ഇത് നേരെ ചെയ്തത് ഫാർമസി ഡിപ്പാർട്ട്മെന്റിലോട്ടാണ് ഫാർമസി ഡിപ്പാർട്ട്മെന്റില് അഡ്മിനിസ്ട്രേഷൻ സ്റ്റാഫ് ഇതേ ഇലക്ട്രോണിക് മെഷീൻസിന്റെ സഹായത്തോട് കൂടിയിട്ട് നഴ്സുമാരുടെ റിക്വസിഷൻ ഇതിലേക്ക് മാറ്റാണ് ട്രാൻസ്ലേറ്റ്സ് ഫാത്തിമ ട്രാൻസ്ലേറ്റ്സ് കേട്ടോ ഇവിടെ ഇല്ലേ ബൈ യൂസിങ് ഇലക്ട്രോണിക് മെഷീൻ ട്രാൻസ്ലേറ്റ്സ് അങ്ങനെ ഒരു വാക്ക് അവിടെ ചേർക്കണം കേട്ടോ അല്ലെങ്കിൽ അർത്ഥം കിട്ടില്ല നമുക്ക് TRANSLATES കേട്ടോ translates nurses electronic request for the medicine onto ഇതിലേക്കാണ് മാറ്റുന്നത് ഒരു പ്രിന്റഡ് മെഡിക്കേഷൻ ഓർഡർ പ്രിന്റഡ് ഫോമിലേക്കായിട്ട് മാറ്റും ഇനി എന്താ ചെയ്യുന്നത് the dispensers physically obtain medicine ഇവിടെ മെഡിസിൻ ആണ് ഇവിടെ ചെറിയൊരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട് മെഡിസിൻ ആണ് കേട്ടോ മെഡിസിൻ ഫ്രം ദ ഷെൽഫ് ഫ്രം എന്നും കൂടെ അവിടെ ചേർക്കണം കേട്ടോ ഫ്രം എന്ന് ചേർക്കണം ഫ്രം ദ ഷെൽഫ് to the dispensing table as per the printed medication order. എന്താണ് പറയുന്നത് dispensers physically obtain the medicines from the shelves to the dispensing table as per the printed medication order. അപ്പൊ നമ്മൾ ഇതിന് പ്രിന്റഡ് ഫോമിലേക്ക് മാറ്റി ഡിസ്പെൻസേഴ്സ് ഉണ്ടല്ലേ ഈ പറയുന്ന ഫാർമസിസ്റ്റ് എന്താണ് ആവശ്യം സെക്കൻഡ് പോയിന്റോ സെക്കൻഡ് പോയിന്റ് നമ്മൾ പറഞ്ഞത് ഡോക്ടർമാർ എഴുതുന്ന കുറിപ്പടികൾ ഉണ്ടല്ലോ അത് നഴ്സുമാർ എന്ത് ചെയ്യും ട്രാൻസ്ക്രൈബ് ചെയ്യും പകർത്തിയിട്ട് HISലേക്ക് ഇട്ട് കൊടുക്കും ഹെൽത്ത് ഇൻഫർമേഷൻ ആ സോഫ്റ്റ്വെയറിലേക്ക് കൊടുക്കും അതെങ്ങോട്ടാ പോകുന്നത് ഫാർമസി ഡിപ്പാർട്ട്മെന്റിലോട്ടാണ് പോകുന്നത് ഫാർമസി ഡിപ്പാർട്ട്മെന്റിൽ അവിടുത്തെ അഡ്മിനിസ്ട്രേഷൻ സ്റ്റാഫ് ഉണ്ടല്ലോ അവരെന്ത് ചെയ്യും ഈ നഴ്സുമാരുടെ ഇലക്ട്രോണിക് റിക്വസ്റ്റ് ഉണ്ടല്ലോ അവര് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇന്ന മരുന്നുകൾ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള റിക്വസ്റ്റ് അവർ വിട്ടിട്ടുണ്ട് ആ റിക്വസ്റ്റുകൾ അത് എന്താക്കി മാറ്റാണ് ഒരു പ്രിന്റഡ് മെഡിക്കൽ ഓർഡർ ഷീറ്റിലോട്ട് മാറ്റാണ് പ്രിന്റഡ് ഫോമിലേക്കായിട്ട് മാറ്റാണ് മനസ്സിലായത് അതാണ് സെക്കൻഡ് പോയിന്റ് കേട്ടോ ഓക്കെ അഡ്മിനിസ്ട്രേഷൻ സ്റ്റാഫ് ഈ എഴുതിയിട്ടുള്ള ഡോക്ടർ എഴുതി കുറിപ്പടികളെ നഴ്സ് ട്രാൻസ്ലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ട്രാൻസ്ലേറ്റ് ചെയ്തേണ്ടത് ഇവിടെ രണ്ടാമത്തെ പോയിന്റില് അഡ്മിനിസ്ട്രേഷൻ സ്റ്റാഫ് ബൈ യൂസിങ് ഇലക്ട്രോണിക് മെഷീൻ അങ്ങനെ കഴിഞ്ഞില്ലേ അത് കഴിഞ്ഞിട്ട് ട്രാൻസ്ലേറ്റ്സ് ഇവിടെ മുകളിൽ എഴുതി ചേർക്കാം കേട്ടോ മെഷീൻ ട്രാൻസ്ലേറ്റ്സ് nurses electronic request for the medicine onto a printed medication order sheet. കിട്ടിയാ അനീന കിട്ടിയില്ലേ ഇനി എന്താണ് മൂന്നാമത്തെ പോയിന്റ് dispensers physically obtain medicine കേട്ടോ ഈ വേർഡ് നോക്കിയേ മെഡിസിൻ ഫ്രം അവിടെ ചേർക്കണം കേട്ടോ മെഡിസിൻ ഫ്രം ദ ഷെൽഫ്സ് എന്നാലാണ് നിങ്ങൾക്ക് അർത്ഥം കിട്ടുള്ളൂ കേട്ടോ
മെഡിസിൻ ഫ്രം ദ ഷെൽഫ് ടു ദ ഡിസ്പെൻസിംഗ് ടേബിൾ ആസ് പെർ ദ പ്രിന്റഡ് മെഡിക്കേഷൻ. എന്നിട്ട് ഈ ഒരു പ്രിന്റഡ് മെഡിക്കേഷൻ ഓർഡർ പ്രകാരമുള്ള മരുന്നുകള് നമ്മുടെ ഈ പറയുന്ന ഡിസ്പെൻസിംഗ് ഫാർമസിസ്റ്റുകൾ ഉണ്ടാവുമല്ലോ, അവരെന്ത് ചെയ്യണം ഈ മെഡിസിൻസ് എല്ലാം ഫ്രം ദ ഷെൽഫ് അല്ലെ, ഷെൽഫിൽ നിന്നും എടുത്തിട്ട് അവരെന്ത് ചെയ്യും ഈ പറയുന്ന മെഡിക്കേഷൻ ടേബിളിൽ കൊണ്ടുവന്ന് വെക്കാണ്. ഓക്കെ, പ്രിന്റഡ് മെഡിക്കേഷൻ ഓർഡർ പ്രകാരമുള്ള മരുന്നുകൾ അവരെടുത്തും ഷെൽഫിൽ നിന്ന് എടുത്തിട്ട് അവർ ഈ പറയുന്ന മെഡിക്കേഷൻ ടേബിളിൽ വെക്കാണ്. ഇനിയോ then medicines should be kept in a small medication cart along with the printed medication order sheet. എന്നിട്ട് എന്ത് ചെയ്യും ഈ പറയുന്ന മെഡിസിൻസ് എല്ലാം തന്നെ ഒരു മെഡിക്കേഷൻ കാർട്ട്, കാർട്ട് എന്ന് വെച്ചാൽ സാധാരണ വണ്ടി എന്നൊക്കെയുള്ള അർത്ഥമാണ് കേട്ടോ. എന്ന് വെച്ചാൽ മെഡിസിൻസ് ഇടുന്ന ഒരു ട്രേ ഉണ്ടല്ലോ, അതാണ് ഉദ്ദേശിക്കുന്നത്. ആ മെഡിക്കേഷൻ കാർട്ടിലോട്ട് ഈ പറയുന്ന മെഡിസിൻസ് എല്ലാം തന്നെ അവരെന്ത് ചെയ്യണം, അതിലേക്ക് നിക്ഷേപിക്കണം. അതോടൊപ്പം തന്നെ ഈ പറയുന്ന പ്രിന്റഡ് മെഡിക്കൽ ഷീറ്റ് കൂടെ അതിനോടൊപ്പം വെക്കുന്നു. ഓക്കെ, അടുത്തത് എന്താണ്? ഫാർമസിസ്റ്റ് ക്രോസ് ചെക്ക് ദ മെഡിക്കേഷൻ. ഇനി ഫാർമസിസ്റ്റുകൾ എന്ത് ചെയ്യും, ഇത് ക്രോസ് ചെക്ക് ചെയ്ത് നോക്കും. അതായത് പ്രിന്റഡ് ഫോമിൽ പറഞ്ഞിട്ടുള്ള മരുന്നുകൾ തന്നെയാണോ ഇവരെടുത്തിട്ടുള്ളത് എന്നുള്ളത് കൃത്യമായിട്ട് അവരെന്ത് ചെയ്ത് നോക്കും, ക്രോസ് ചെക്ക് ചെയ്ത് നോക്കും. പിന്നെ എന്ത് സംഭവിക്കും? ആഫ്റ്റർ ദ വെരിഫിക്കേഷൻ ദ പ്രോപ്പർ ഡിസ്പെൻസിംഗ് ഫാർമസി എയ്ഡ് bag all the medications into a bag, bracket patient wise, and sticks to the medication order along with it. അപ്പോ ഈ വെരിഫിക്കേഷൻ കഴിഞ്ഞാൽ ഫാർമസിസ്റ്റുകൾ ഇത് ക്രോസ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നമ്മുടെ ഫാർമസി എയ്ഡ്, എയ്ഡ് എന്ന് വെച്ചാൽ എന്താണ്, സഹായി എന്നുള്ള അർത്ഥമാണ് കേട്ടോ, ഹെൽപ്പർ എന്നുള്ള അർത്ഥമാണ്. ഈ ഫാർമസിയിലുള്ള എയ്ഡ്, അതായത് ഫാർമസിസ്റ്റുകൾ തന്നെയായിരിക്കും. അവരെന്ത് ചെയ്യും, ഈ പറയുന്ന എല്ലാ മെഡിസിൻസും പേഷ്യന്റ് വൈസ് ആയിട്ട്, അതായത് ഓരോ രോഗികൾക്കും ആവശ്യമായിട്ടുള്ള മെഡിസിൻസ് അതിൽ ബാഗ് ചെയ്ത് കവർ ചെയ്തിട്ട് അവര് അതിന്റെ കൂടെ എന്തും കൂടെ വെക്കുകയാണ്, ഈ പറയുന്ന പ്രിന്റഡ് മെഡിക്കേഷൻ ഓർഡറും കൂടെ അതിൽ വെക്കുകയാണ്, ബാഗ് ചെയ്ത് വെക്കുകയാണ്, കവർ ചെയ്ത് വെക്കുക. ഇനി എന്ത് ചെയ്യാണ്, ലാബലിംഗ് ഈസ് ആൾസോ ഡൺ ഇഫ് നെസസറി. ആവശ്യമെങ്കിൽ എന്താണ്, അതില് ലാബലിങ്ങും അവർ ചെയ്യും. നമുക്കറിയാം കൃത്യമായിട്ട് ഓരോ മരുന്നുകൾ എപ്പോ കഴിക്കണം, ഇങ്ങനെ കഴിക്കണം എന്നുള്ളത് ഒരു ലാബൽ ചെയ്ത് വെക്കും അല്ലെ. ചിലര് രാവിലെ ഒന്ന് വൈകിട്ട് ഒന്ന് അങ്ങനെ എഴുതും, മറ്റു ചിലർ 101 111 അങ്ങനെയൊക്കെ പറഞ്ഞു എഴുതും. അപ്പൊ നമുക്കത് കാണുമ്പോൾ മനസ്സിലാവും, രാവിലെ ഒന്ന് അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ഒന്ന്, അങ്ങനെയൊക്കെ നമുക്ക് മനസ്സിലാവും. അതിനെയാണ് ഇവിടെ ലാബലിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആവശ്യമുള്ള ലാബലിങ്ങും അതിനോടൊപ്പം തന്നെ ചെയ്യുന്നു. പിന്നെന്താ ചെയ്യുന്നത്, സബ്മിറ്റ്സ് ദ മെഡിക്കേഷൻസ് പേഷ്യന്റ് വൈസ് ടു ദ നഴ്സസ് അക്കൗണ്ടബിൾ ഇൻ ദ ഫ്ലോസ്. അത് കഴിഞ്ഞിട്ട് ഈ പറയുന്ന മെഡിക്കേഷൻസ്, അതായത് മരുന്നുകളെല്ലാം തന്നെ പേഷ്യന്റ് വൈസ് ആയിട്ട്, എന്ന് വെച്ചാൽ ഓരോ രോഗികൾക്കും ആവശ്യമായിട്ടുള്ള മരുന്നുകൾ ആ രോഗി കിടക്കുന്ന ഫ്ലോറിൽ റെസ്പോൺസിബിൾ ആയിട്ട് ഉത്തരവാദിത്തപ്പെട്ടിട്ടുള്ള നഴ്സിന്റെ പക്കലേക്ക് ഈ മരുന്നുകളെല്ലാം തന്നെ എത്തിക്കുകയാണ്. ആരെത്തിക്കും, നമ്മുടെ ഫാർമസിയിൽ എത്തിക്കുകയാണ്. ഓക്കെ, അടുത്തത് എന്താണ്, the nurses receive the medicine from pharmacy aid and check the quantity according to the requirement. Nurse എന്ത് ചെയ്യും, nurse ഒന്നും കൂടെ ക്രോസ്
ഓക്കെ, അപ്പോ നമുക്ക് ക്ലാസ് കണ്ടിന്യൂ ചെയ്യാം കേട്ടോ. നെറ്റ്വർക്കിന്റെ ഇഷ്യൂ വന്നായിരുന്നേ, അതുകൊണ്ടാണ് കേട്ടോ. ക്ലാസ് കണ്ടിന്യൂ ചെയ്യാം. നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് എന്തായിരുന്നു? മെഡിക്കേഷൻ പ്രൊസീജിയർ ആയിരുന്നു അല്ലെ? ഓക്കെ, അതിന്റെ ഏതുവരെ പോയിന്റ് നമ്മൾ പറഞ്ഞു നിർത്തിയത്? ലാബലിംഗ് ഈസ് ആൾസോ ഡൺ ഇഫ് നെസസറി. ആവശ്യമായിട്ടുള്ള ലാബലിംഗും അതിനോടൊപ്പം തന്നെ ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യാണ്? സബ്മിറ്റ്സ് the medications patient wise to the nurses accountable in the flows. അങ്ങനെ ഓരോ പേഷ്യന്റിനും ആവശ്യമായിട്ടുള്ള മരുന്നുകൾ ഈ ഫാർമസിയിലെ ആ പേഷ്യന്റ് ഇരിക്കുന്ന ഫ്ലോറിലേക്ക് അവരുടെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള നഴ്സിന്റെ പക്കലേക്ക് എത്തിക്കുകയാണ്. നഴ്സ് എന്താ ചെയ്യുന്നത്? The nurse receive the medicine from pharmacy and check the quantity according to the requirement. നഴ്സ് എന്തെയും ഫാർമസിയിൽ നിന്ന് ഈ മരുന്നുകളെല്ലാം സ്വീകരിച്ചിട്ട് അവരുടെ റിക്വയർമെന്റ്, അവരുടെ ആവശ്യത്തിനനുസരിച്ചുള്ള ക്വാണ്ടിറ്റിയിലെ മരുന്നുകൾ വന്നിട്ടുണ്ടോ എന്നുള്ളത് അവര് ചെക്ക് ചെയ്ത് നോക്കും. പിന്നെ ലാസ്റ്റ് എന്താണ് അവർ ചെയ്യുന്നത്? Then give the medication to the patients. അതിനുശേഷം മരുന്നുകൾ പേഷ്യൻസിന് കൊടുക്കുന്നു. മനസ്സിലായോ ആ ഒരു പ്രൊസീജിയർ? സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ എവിടെ നിന്ന് ഇതൊക്കെ നമുക്കറിയാവുന്ന കാര്യങ്ങളാണ് കേട്ടോ. എന്താണ്? ഡോക്ടേഴ്സ് ആദ്യം എന്ത് ചെയ്യുന്നു? പ്രിസ്ക്രിപ്ഷൻസ് എഴുതുന്നു. നഴ്സ് എന്ത് ചെയ്യുന്നു? ഈ പ്രിസ്ക്രിപ്ഷനെ ട്രാൻസ്ക്രൈബ് ചെയ്യണം. ഇലക്ട്രോണിക് മെഷീൻസിന്റെ സഹായത്തോട് കൂടിയിട്ട് ട്രാൻസ്ക്രൈബ് ചെയ്തിട്ട് ഇതിലേക്ക് കയറ്റിവിടാണ് ഹെൽത്ത് ഇൻഫർമേഷൻ സോഫ്റ്റ്വെയർ അല്ലെ, അഥവാ ഹെൽത്ത് ഇൻഫർമേഷൻ സിസ്റ്റം സോഫ്റ്റ്വെയർ ആണ്. അതിനകത്തേക്ക് കയറ്റിവിടാണ്. അത് ഇങ്ങോട്ടേക്ക് എത്തും, ഫാർമസി ഡിപ്പാർട്ട്മെന്റിലോട്ട് എത്തും. ഫാർമസി ഡിപ്പാർട്ട്മെന്റിലെ അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫ് എന്ത് ചെയ്യുന്നു? ഈ നഴ്സുമാരുടെ റിക്വസ്റ്റ് ഉണ്ടല്ലോ, മരുന്നിന് വേണ്ടിയിട്ടുള്ള റിക്വസ്റ്റ്, അത് അവരൊരു പ്രിന്റഡ് മെഡിക്കേഷൻ ഓർഡർ ഷീറ്റിലേക്കായിട്ട് മാറ്റും. അതായത് ഒരു പ്രിന്റഡ് ഫോമിലേക്കായിട്ട് മാറ്റുന്നു. ഇനി ഫാർമസിസ്റ്റ് ഡിസ്പെൻസേഴ്സ് എന്ത് ചെയ്യും? ഈ പറയുന്ന ഓർഡർ ഷീറ്റ് പ്രകാരമുള്ള മരുന്നുകൾ അവർ ഷെൽഫിൽ നിന്നും എടുത്തിട്ട് മെഡിക്കേഷൻ ടേബിളിൽ കൊണ്ടുവയ്ക്കുകയാണ്. എന്നിട്ട് ഈ പറയുന്ന മെഡിസിൻസ് എല്ലാം തന്നെ ഓരോ പേഷ്യന്റിനും ആവശ്യമായിട്ടുള്ള മെഡിസിൻസ് ഈ പറയുന്ന ഓർഡർ ഷീറ്റ് പ്രകാരമുള്ള മെഡിസിൻസ് എടുത്തിട്ട് മെഡിക്കേഷൻ കാർട്ടിൽ വെക്കുകയാണ്. എന്നിട്ട് ഫാർമസിസ്റ്റുകൾ എന്ത് ചെയ്യും? ഇത് ക്രോസ് ചെക്ക് ചെയ്ത് നോക്കും. ഓർഡർ ഷീറ്റുമായിട്ട് ക്രോസ് ചെക്ക് ചെയ്ത് നോക്കും. അതിൽ പറഞ്ഞ പ്രകാരമുള്ള മരുന്നുകളൊക്കെ എടുത്തിട്ടുണ്ടെന്ന് നോക്കുന്നു. അതിനുശേഷം ഐഡന്റിഫിക്കേഷൻ കഴിഞ്ഞാല് ഫാർമസി എന്ത് ചെയ്യും? ഈ പറയുന്ന എല്ലാ മരുന്നുകളും ഒരു കവർ ചെയ്യണം, ഒരു ബാഗ് ചെയ്തിട്ട് ഓരോ പേഷ്യന്റിന് ആവശ്യമായിട്ടുള്ള മരുന്നുകൾ ബാഗ് ചെയ്യണം. ആവശ്യാനുസരണമുള്ള ലാബലിംഗ് അതിനോടൊപ്പം തന്നെ ചെയ്യും. ഓക്കെ, എന്നിട്ട് ഈ പറയുന്ന മെഡിസിൻസ് എവിടേക്ക് എത്തിക്കാണ്? ആ രോഗി ട്രീറ്റ് ചെയ്യുന്ന ആ ഒരു ഫ്ലോറിലേക്ക്, ആ ഫ്ലോറിന്റെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള നഴ്സിന്റെ പക്കലേക്ക് എത്തിക്കുകയാണ്. നഴ്സ് എന്ത് ചെയ്യും? ഇത് ഒന്നുകൂടെ ക്രോസ് ചെക്ക് ചെയ്യും. ഓക്കെ, ഈ പറയുന്ന പ്രകാരമുള്ള മരുന്നുകളെല്ലാം ആ ക്വാണ്ടിറ്റി പ്രകാരം കൊണ്ടുവന്നിട്ടുണ്ടോ എന്നുള്ളത് നഴ്സ് ചെക്ക് ചെയ്തതിന് ശേഷം ആർക്ക് കൊടുക്കാണ്? പേഷ്യന്റിലേക്ക് ആ മരുന്ന് കൊടുക്കുകയാണ് ചെയ്യുന്നത്. മനസ്സിലായല്ലോ എങ്ങനെയാണ് ഒരു മെഡിക്കേഷൻ പ്രൊസീജിയർ എന്നുള്ളത്? ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി അടുത്തൊരു കാര്യം ശ്രദ്ധിക്കാം. ചെക്ക് ബിഫോർ മേക്കിംഗ് ഇന്റന്റ് ഫോർ പേഷ്യന്റ് ഇൻ HLS. അതായത് ഇന്റന്റ് എന്താണ് നമ്മൾ പഠിച്ചത്? മേക്കിംഗ് ദ റിക്വസിഷൻ ഫോർ ദ സപ്ലൈ ഓഫ് ഡ്രഗ്സ് അല്ലെ. ഒരു മരുന്ന് മേടിക്കാനുള്ള റിക്വസിഷൻ കൊടുക്കുന്നതിനെയാണ് നമ്മൾ ഇന്റന്റ് എന്ന് പറഞ്ഞത്. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ് അല്ലെ. അപ്പൊ ഇത്തരത്തില് നഴ്സുമാര് ഒരു മരുന്നിന് വേണ്ടിയിട്ടുള്ള റിക്വസിഷൻ കൊടുക്കുന്നതിന് മുൻപായിട്ട് ചില കാര്യങ്ങൾ നമ്മൾ ചെക്ക് ചെയ്യാനുണ്ട്. അതായത് ഈ മരുന്ന് ഡോക്ടർ എഴുതി കഴിയുമ്പോൾ അവരുടെ ട്രാൻസ്ക്രൈബ് ചെയ്തിട്ട് HASലേക്ക് വിടും അല്ലെ, ഹെൽത്ത് ഇൻഫർമേഷൻ സിസ്റ്റത്തിലേക്ക് വിടും. അതിന് മുമ്പായിട്ട് അവർ ചെക്ക് ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. അത് ഇമ്പോർട്ടന്റ് ആണ്. എന്തൊക്കെ കാര്യങ്ങളാണ് ചെക്ക് ചെയ്യേണ്ടത്? ഒന്ന്, പേഷ്യന്റ് ID നമ്പർ അല്ലെ, പേഷ്യന്റിന്റെ ഐഡന്റിറ്റി നമ്പർ ചെക്ക് ചെയ്തിരിക്കണം. പിന്നെ പേഷ്യന്റിന്റെ ബെഡ് നമ്പർ, ഓക്കെ, പേഷ്യന്റിന്റെ ബെഡ് നമ്പർ ഏതാണ് അത് നമ്മൾ ചെക്ക് ചെയ്തിരിക്കണം. പിന്നെ പേഷ്യന്റിന്റെ നെയിം, ആ പേഷ്യന്റിന്റെ പേരെന്താണ്. കാര്യം എന്ന് വെച്ചാൽ ഒരുപാട് രോഗികളുണ്ട്, ഒത്തിരി രോഗികൾക്ക് മരുന്നുകൾ പോകുന്നതാണ് ഫാർമസിയിൽ നിന്ന്. അപ്പൊ കൃത്യമായിട്ട് ആ പേഷ്യന്റിന്റെ ID നോക്കണം, അതിൽ കിടക്കുന്ന ബെഡ് നമ്പർ, അവരുടെ പേര്, ഇതെല്ലാം തന്നെ ചെക്ക് ചെയ്യണം. പിന്നെ എന്താണ്? ഡോസ് ആൻഡ് ഡോസേജ് ഫോം റിട്ടൺ ഇൻ പ്രിസ്ക്രിപ്ഷൻ.
അതുപോലെ ആ പ്രിസ്ക്രിപ്ഷനിൽ എഴുതിയിട്ടുള്ള ഡോസ് അല്ലെ, ഡോസ് എത്രയാണ്? കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാ രോഗികൾക്കും ഒരേ ഡോസിലാണ് അല്ലെ മരുന്ന് കൊടുക്കുന്നത്. അവരുടെ ബോഡി വെയിറ്റിന് അനുസൃതമായിക്കൊണ്ടായിരിക്കാം ഡോക്ടർ അവർക്ക് മരുന്നുകൾ ഡോസ് നിശ്ചയിച്ചിട്ടുണ്ടാവാം. ആ ഒരു പ്രിസ്ക്രിപ്ഷൻ പ്രകാരമുള്ള ഡോസ് എത്രത്തോളം ഉണ്ടെന്നുള്ളത് ചെക്ക് ചെയ്തിരിക്കണം. പിന്നെന്താണ് പറയുന്നത്? സ്റ്റോർ ഇൻ അഡ്വാൻസ് മെഡിസിൻ ഇൻ പേഷ്യന്റ് ക്യാബിനറ്റ്. അതായത് നമ്മൾ ഫാർമസിയിൽ നിന്ന് മരുന്ന് വന്നിട്ടേ രോഗിക്ക് കൊടുക്കാൻ പാടുള്ളൂന്നില്ല. അതിന് മുമ്പ് തന്നെ അവർക്ക് അത്യാവശ്യം വേണ്ട മരുന്നുകൾ പേഷ്യന്റിന്റെ ക്യാബിനറ്റിൽ സ്റ്റോർ ചെയ്തിരിക്കണം. മനസ്സിലായല്ലോ? സ്റ്റോർ ഇൻ അഡ്വാൻസ് മെഡിസിൻ ഇൻ പേഷ്യന്റ് ക്യാബിനറ്റ്. പേഷ്യന്റിന്റെ ക്യാബിനറ്റിൽ അഡ്വാൻസ് ആയിട്ട് തന്നെ അവർക്ക് ആവശ്യമായിട്ടുള്ള സ്റ്റോറുകൾ മെഡിസിൻസ് സ്റ്റോർ ചെയ്തിരിക്കണം. എന്താണ് സൗണ്ട് ക്ലിയർ ആവുന്നില്ലേ? പ്രശ്നമുണ്ടോ? പിന്നെന്താണ്? ലാസ്റ്റ് ഇന്ത്യൻ റിസീവ് പേപ്പർ. ക്ലിയർ ആണ് അല്ലെ? ഓക്കെ. ലാസ്റ്റ് ഇന്ത്യൻ റിസീവ് പേപ്പർ അതിങ്ങനെ വായിച്ചാൽ മതി. റിസീവ് ലാസ്റ്റ് ഇന്ത്യന്റെ പേപ്പർ, അതായത് അവസാന റിക്വസിഷൻ, മരുന്നിന് വേണ്ടിയിട്ടുള്ള അവസാന റിക്വസിഷൻ പോയിട്ടുള്ള പേപ്പർ വരെ എന്ത് ചെയ്തിരിക്കണം? ഇത് റിസീവ് ചെയ്ത് സൂക്ഷിച്ചിരിക്കണം. മനസ്സിലായ കാര്യം? അവർക്ക് എന്തൊക്കെ മരുന്നുകൾ കൊടുത്തു എന്നുള്ളതിനുള്ള പ്രോപ്പർ റെക്കോർഡിംഗ് ഉണ്ടാവണം അല്ലെ. അതിന് വേണ്ടിയിട്ട് അവസാനം മരുന്നിന്റെ റിക്വസിഷൻ പോയിട്ടുള്ള പേപ്പർ വരെ അവര് റിസീവ് ചെയ്ത് വെച്ചിരിക്കണം. ക്ലിയർ ആയോ പറഞ്ഞത്? അപ്പോ അതിൽ നിന്ന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. ഒന്ന് വേണമെങ്കിൽ ഇങ്ങനെ ഒരു ചോദ്യം നമ്മളോട് ചോദിക്കാം. ഒരു ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ ആരാണ് ട്രാൻസ്ക്രൈബ് ചെയ്തിട്ട് HIS-ലോട്ട് മാറ്റുന്നത്? ആരാണ് ട്രാൻസ്ക്രൈബ് ചെയ്ത് വിടുന്നത്? നഴ്സസ് ആണ് അല്ലെ, നഴ്സുമാരാണ്. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ആണ് നമുക്ക് അവിടെ നിന്ന് മിക്കവാറും ചോദിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ വരുന്നത് പ്രത്യേകം ഓർക്കാം, ഒരു HIS-ലേക്ക് നഴ്സുമാര് റിക്വസിഷൻ, മരുന്നിന് വേണ്ടിയിട്ടുള്ള റിക്വസിഷൻ കൊടുക്കുന്നതിന് മുമ്പായിട്ട് എന്തെല്ലാം കാര്യങ്ങളാണ് ചെക്ക് ചെയ്യേണ്ടത്? എന്തെല്ലാം കാര്യങ്ങളാണ് ചെക്ക് ചെയ്യേണ്ടത്? പേഷ്യന്റിന്റെ ID നമ്പർ, ഇത് കൃത്യമാണോ എന്ന് നോക്കണം കേട്ടോ. പേഷ്യന്റ് മരുന്നുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോകുന്നത് ഒരുപാട് പേഷ്യൻസ് അവിടെ ഉണ്ട് അല്ലെ. അപ്പൊ പേഷ്യന്റിന്റെ ID നമ്പർ നോക്കണം. അതുപോലെ തന്നെ പേഷ്യന്റിന്റെ ബെഡ് നമ്പർ നോക്കണം. പേഷ്യന്റിന്റെ പേര് നോക്കണം. ഓക്കെ, പേര് നോക്കണം. പിന്നെ ഡോസ് ആൻഡ് ഡോസേജ് ദാറ്റ് റിട്ടൺ ഇൻ ദ പ്രിസ്ക്രിപ്ഷനില് ആ ഒരു പെർട്ടിക്കുലർ രോഗിക്ക് എഴുതിയിട്ടുള്ള മരുന്നിന്റെ ഡോസ് എത്രത്തോളം ഉണ്ട് അത് നമ്മൾ അതിനകത്ത് ചെക്ക് ചെയ്തിരിക്കണം. പിന്നെ എന്ത് വേണം? പേഷ്യന്റിന്റെ ക്യാബിനറ്റിൽ അഡ്വാൻസ് ആയിട്ട് തന്നെ അവർക്ക് ആവശ്യമായിട്ടുള്ള മരുന്നുകൾ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കണം. പിന്നെ എന്താ പറഞ്ഞ ലാസ്റ്റ് പോയിന്റ്? അവസാന റിക്വസിഷൻ പോയിട്ടുള്ള മരുന്നിന് വേണ്ടിയുള്ള റിക്വസിഷൻ പോയിട്ടുള്ള പേപ്പർ വരെ റിസീവ് ചെയ്ത് സൂക്ഷിച്ചിരിക്കണം. ക്ലിയർ ആണോ പറഞ്ഞത്? മെഡിക്കേഷൻ പ്രൊസീജിയർ കേട്ടോ. ഓക്കെ, ഇനി നമ്മൾ അടുത്തത് നോക്കാൻ പോകുന്നത് ഫിനാൻസസ് ആണ് കേട്ടോ. ഫിനാൻസസ് അതായത് സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ. ഇവിടെ ഉദ്ദേശിക്കുന്നത് ഒരു ഹോസ്പിറ്റലിന് അവരുടെ ഫിനാൻസ് അല്ലെ, അവർക്ക് ഫണ്ടിങ് എവിടെ നിന്നൊക്കെയാണ് അവരുടെ സാമ്പത്തികമായിട്ടുള്ള ഉറവിടങ്ങൾ, ഏതെല്ലാം രീതിയിലാണ് ഒരു ഹോസ്പിറ്റലിലേക്ക് എന്ത് ലഭിക്കുന്നത്, അവർക്ക് ഫണ്ട് വരുന്നത് അല്ലെ, സാമ്പത്തികമായിട്ടുള്ള സഹായങ്ങൾ ലഭിക്കുന്നത്. അതിനെ കുറിച്ചാണ് നമ്മളിനി പഠിക്കാനായിട്ട് പോകുന്നത് കേട്ടോ. ഒന്നാമത്തെ പോയിന്റ് ഇതാണ്. പ്രൈമറി സോഴ്സ് എന്ന് പറയുന്നത് എന്താണ്? ചാർജ് ഗോട്ട് ഫ്രം ദ പേഷ്യന്റ്. നമുക്കറിയാം അല്ലെ, ഏറ്റവും അത് നമ്മളോട് ചോദിക്കാം, വാട്ട് ഇസ് ദ പ്രൈമറി സോഴ്സ് ഓഫ് ഫിനാൻസ് ഫോർ എ ഹോസ്പിറ്റൽ? ഒരു ഹോസ്പിറ്റലിന്റെ പ്രാഥമികമായിട്ടുള്ള അവരുടെ സാമ്പത്തിക ഉറവിടം എന്ന് പറഞ്ഞാൽ എന്താണ് ശരിക്കും? അത് പേഷ്യന്റിൽ നിന്ന് ലഭിക്കുന്ന പൈസയാണ് അല്ലെ, പേഷ്യന്റിൽ നിന്ന് ലഭിക്കുന്ന ചാർജ് ആണ്. ഓക്കെ, അത് ചോദിക്കും. പിന്നെന്താണ്? ചാർജസ് ഗോട്ട് ബൈ ദ പേഷ്യന്റ് ആർ ഐദർ ഫുള്ളി പെയ്ഡ് ബൈ ഹിംസെൽഫ് ഓർ ഫ്രം ദ തേർഡ് പാർട്ടി. ഈ ചാർജസ് എന്ന് പറയുന്നത് ഒന്നുമില്ലെങ്കിൽ പേഷ്യൻസ് എന്ത് ചെയ്യും? ഫുൾ എമൗണ്ട് അവർ തന്നെ സെറ്റ് ചെയ്യും. അതല്ലെന്നുണ്ടെങ്കിലോ ഒരു തേർഡ് പാർട്ടി എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ഇൻഷുറൻസ് അല്ലെ. അപ്പൊ നമുക്കറിയാം മിക്ക ആളുകൾക്കും എന്തുണ്ട്? ഹെൽത്ത് ഇൻഷുറൻസുകൾ ഉണ്ട് അല്ലെ. ചിലപ്പോൾ ഫുൾ എമൗണ്ട് തന്നെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. മറ്റു ചിലത് നമുക്ക് അത് നമ്മൾ അഡ്മിറ്റ് ചെയ്തൊരു 24 hours-നുള്ളിൽ നമ്മൾ അതിന്റെ പേപ്പർ വർക്കും കാര്യങ്ങളൊക്കെ ശരിയാക്കി വെക്കണം അല്ലെ. ചില പ്രത്യേക അതിന് മുഴുവൻ എമൗണ്ട് കിട്ടുന്ന, അത് ഓരോ ഇൻഷുറൻസ് പ്ലാനിനനുസരിച്ച് മുഴുവൻ എമൗണ്ട് കിട്ടുന്നുണ്ടാവും. ചിലപ്പോൾ പകുതി എമൗണ്ട് വരെ കിട്ടുന്നുണ്ടാവുള്ളൂ. മറ്റു ചിലത് നമ്മൾ അഡ്മിറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ പൈസ എടുത്ത് കയ്യിൽ നിന്ന് കൊടുക്കണം. പിന്നീട് നമുക്കത് റീഇംബേഴ്സ് ചെയ്തിട്ട് കിട്ടുകയും ചെയ്യും. അപ്പൊ അതിന് പലതും ഉണ്ടല്ലോ. ഓക്കെ, അപ്പൊ നമ്മൾക്ക് ഒന്നില്ലെങ്കിൽ ഈ പറയുന്ന പേഷ്യൻസ് ഫുള്ളി എമൗണ്ട് സെറ്റ് ചെയ്യാം, അതല്ലെങ്കിൽ ഇൻഷുറൻസ് വഴിയായിട്ടും അവർക്ക് എന്ത് ലഭിക്കാം? പൈസ ലഭിക്കാം അല്ലെ. നമുക്ക് ഹോസ്പിറ്റലിലേക്കുള്ള വരുമാന മാർഗങ്ങളാണ് കേട്ടോ പറയുന്നത്. പിന്നെന്താണ്? റിസർച്ച് വർക്ക് അല്ലെ, അതായത് ഗവേഷണ പ്രവർത്തനങ്ങൾ. ചിലപ്പോൾ ചില ഹോസ്പിറ്റലിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് ചില ഗവേഷണ പ്രവർത്തനങ്ങൾ അവർ ചെയ്യുന്നുണ്ടാവും. അപ്പൊ ഇത്തരം ഗവേഷണ പ്രവർത്തനങ്ങൾ എന്ത് ചെയ്യും? ചിലപ്പോൾ നമ്മുടെ
മീൻസ് ഗവൺമെന്റ് ചിലപ്പോൾ ഫണ്ട് ചെയ്യും. നല്ല നല്ല ഗവേഷണ പ്രോജക്റ്റുകളാണ് അവർ നടത്തുന്നതെങ്കിൽ അതിനൊരു പക്ഷെ ഗവൺമെന്റ് ഫണ്ട് ചെയ്യും. അതല്ലെങ്കിൽ വലിയ വലിയ കോർപ്പറേറ്റ് കമ്പനികളൊക്കെ ഉണ്ടല്ലോ, അവരൊക്കെ അതിന് വേണ്ടിയിട്ട് ഫണ്ട് ചെയ്യും. അപ്പൊ ഇതെല്ലാം തന്നെ ഹോസ്പിറ്റലിലേക്ക് വരുന്നത് എന്താണ്? വരുമാന മാർഗങ്ങളാണ്. മനസ്സിലായല്ലോ? റിസർച്ച് വർക്കിന്റെ ഭാഗമായിട്ട് ഹോസ്പിറ്റലിൽ ലഭിക്കുന്ന എന്താണ് വരുമാനം. ഓക്കെ, പിന്നെന്താണ്? ഇൻവെസ്റ്റഡ് എൻഡോമെന്റ് ഫണ്ട്. എൻഡോമെന്റ് എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ല? സ്കൂളിലൊക്കെ കേട്ടിട്ടില്ല എൻഡോമെന്റ്, അല്ലെങ്കിൽ എൻഡോമെന്റ് കൊടുക്കുക. ശരിക്കും പറഞ്ഞ ധർമ്മദാനം നമുക്ക് പറയാം അല്ലെ? അതെ, ഡൊണേഷൻസ് ആണ് ഉദ്ദേശിക്കുന്നത്. ആരെങ്കിലും പേരുകളൊക്കെ നമ്മൾ കൊടുക്കാറില്ല. ഇപ്പൊ ചില വ്യക്തികൾക്ക് ചില പ്രത്യേക മേഖലകളിൽ പ്രാവീണ്യം തെളിയിക്കുന്ന ആൾക്കാർക്ക് വേറെ ആരെങ്കിലും പേരുകളൊക്കെ നമ്മൾ എൻഡോമെന്റ്സ് മറ്റൊക്കെ കൊടുക്കാറുണ്ട് അല്ലെ? ഡൊണേഷൻസ് ആണ് കേട്ടോ, സംഭാവനകളാണ് ഉദ്ദേശിക്കുന്നത്. ഇൻവെസ്റ്റഡ് എൻഡോമെന്റ് ഫണ്ട്സ്. അതിലെന്താണ് പറയുന്നത്? എൻഡോമെന്റ് ഫണ്ട്സ് ആർ ഫണ്ടഡ് മെയിൻലി ത്രൂ ഡൊണേഷൻസ്. ഓക്കെ, ഡൊണേഷൻസ് വഴിയായിട്ടാണ് അത്തരം ഫണ്ടുകൾ ലഭിക്കുന്നത്. പിന്നെ മാത്രമല്ല, the funds have a specific policies that concerns the investments, withdrawal and the usage of the funds. അപ്പൊ ഇത്തരം എൻഡോമെന്റ് ഫണ്ടുകള് നിക്ഷേപം അല്ലെ, അവരുടെ ഇൻവെസ്റ്റ്മെന്റ് എത്ര രൂപയാണ് നിക്ഷേപിച്ചിരിക്കുന്ന ആ ഇൻവെസ്റ്റ്മെന്റ്, പിന്നെ അതിന്റെ വിത്ത്ഡ്രോവൽ അല്ലെ, അതിന്റെ പിൻവലിക്കുക, അതുപോലെ തന്നെ യൂസേജ് ഓഫ് ദ ഫണ്ടുകളുടെ ഉപയോഗം, ഇതിനെ സംബന്ധിച്ചെല്ലാം തന്നെ കൃത്യമായിട്ടുള്ള പോളിസികൾ ഉണ്ടെന്നാണ് പറയുന്നത്. കൃത്യമായിട്ടുള്ള നയങ്ങളുണ്ട്. എൻഡോമെന്റ് ഫണ്ട് എടുത്തിട്ട് തോന്നിയ കാര്യങ്ങൾക്കൊന്നും ആയിട്ട് എടുത്ത് ഉപയോഗിക്കാനായിട്ടൊന്നും പാടില്ല. മനസ്സിലായോ? അതിന് ചില സ്പെസിഫിക് പോളിസി ഉണ്ട്. ആ നയങ്ങൾക്ക് അനുസൃതമായിക്കൊണ്ട് മാത്രമേ നമ്മൾ അതിപ്പോ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ടിന്റെ ആ തുകയിലും എന്താ ചില പോളിസി ഉണ്ട്. അതാണ് പറയുന്നത് ഇൻവെസ്റ്റ്മെന്റിലായിക്കോട്ടെ അതിന് എത്ര രൂപ വിത്ത്ഡ്രോ ചെയ്യുന്നുണ്ട്, എന്തൊക്കെ കാര്യങ്ങൾക്ക് അത് ഉപയോഗിക്കുന്നുണ്ട്, യൂസേജ്, ഇങ്ങനെയുള്ള കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ചില സ്പെസിഫിക് പോളിസീസുകൾ തന്നെ നിലനിൽക്കുന്നുണ്ട്. അതിനനുസരിച്ചുകൊണ്ട് വേണം ആ ഫണ്ട് വിനിയോഗിക്കാൻ വേണ്ടി. മനസ്സിലായല്ലോ? ഓക്കെ, പിന്നെ എന്താണ്? ഗിഫ്റ്റ്സ്, കോൺട്രിബ്യൂഷൻസ് ടുവേഴ്സ് ദ ജനറൽ ഫങ്ഷണൽ എക്സ്പെൻസസ്. അതായത് പൊതുവായിട്ട് നടക്കുന്ന ചില പ്രവർത്തനങ്ങൾ ഉണ്ടായിരിക്കും അല്ലെ, പ്രവർത്തന ചെലവുകൾ ഉണ്ടായിരിക്കും. ഇപ്പൊ ഒരു ഹോസ്പിറ്റൽ ആണെങ്കിൽ പൊതുവേ നമ്മൾ ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ ഒരു ചാരിറ്റബിൾ ട്രസ്റ്റ് ആണ്, ഒരു ചാരിറ്റബിൾ സർവീസ് ആണ് അവിടെ കൊടുക്കുന്നത്. അപ്പൊ ചില ക്യാമ്പയിനുകളൊക്കെ നടത്തും. അപ്പൊ സൗജന്യ നേത്രദാന ക്യാമ്പ്, അല്ലെങ്കിൽ ഹൃദയരോഗ നിർണയ ക്യാമ്പ്, അങ്ങനെയൊക്കെ പല ജനറൽ ആയിട്ടുള്ള ചില ഫംഗ്ഷൻ അല്ലെ, ചില പ്രവർത്തനങ്ങളൊക്കെ ഹോസ്പിറ്റലിന്റെ ഭാഗത്ത് ആസ് എ പാർട്ട് ഓഫ് ദെയർ ചാരിറ്റബിൾ സർവീസ് അല്ലെ, ചാരിറ്റബിൾ സർവീസിന്റെ ഭാഗമായിട്ടൊക്കെ കൊടുക്കാറുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അതൊരു സോഷ്യൽ വർക്ക് ആയതുകൊണ്ട് തന്നെ പല ലോക്കൽ ബോഡീസിന്റെയും അതിനെ കോൺട്രിബ്യൂട്ട് ചെയ്യും അല്ലെ. ചില ആളുകൾ ചില നല്ല പ്രവർത്തികളാണെങ്കിൽ അതിന് സാമൂഹ്യ സേവനം പോലെയൊക്കെ ആകുമ്പോൾ അത്തരം ഇതിലേക്ക് ഇപ്പൊ ഫണ്ട് ചെയ്യും, ഗിഫ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ അതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുക. ഇതെല്ലാം തന്നെ എന്താണ്? ഹോസ്പിറ്റലിലേക്ക് വരുന്ന വരുമാന മാർഗങ്ങളാണ്. മനസ്സിലായിട്ട് ഇപ്പൊ നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ അല്ലെ, കൂടുതൽ വിശദമായിട്ട് പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ നിങ്ങൾ പഠിച്ചു വെക്കാം, എല്ലാ ഫിനാൻസ് സോഴ്സസ് ആണ്. റിസർച്ച് വർക്കിലൂടെ വരുമാനം നേടാം, അതുപോലെ തന്നെ ഇൻഷുറൻസ് കമ്പനി വഴിയായിട്ട് വരുമാനം ലഭിക്കാം, എൻഡോമെന്റ് ഫണ്ടുകൾ മുഖേന വരുമാനം ലഭിക്കാം, അതുപോലെ ഒരു ജനറൽ ഫംഗ്ഷണൽ, അതായത് ഹോസ്പിറ്റലിന്റെ ഭാഗമായിട്ട് നടത്തുന്ന ചില ജനറൽ ഫംഗ്ഷനിലേക്ക് ഗിഫ്റ്റുകളായിട്ട് കോൺട്രിബ്യൂഷൻസ് ആയിട്ടൊക്കെ വരുന്നതെല്ലാം ഹോസ്പിറ്റലിന്റെ വരുമാന മാർഗങ്ങളാണ്. നിങ്ങളോട് ഒരു ക്വസ്റ്റ്യൻ വേണമെങ്കിൽ ചോദിക്കാം, വാട്ട് ഈസ് ദ പ്രൈമറി സോഴ്സ് ഓഫ് ഫിനാൻസ് ഫോർ എ ഹോസ്പിറ്റൽ? പ്രൈമറി റിസോഴ്സ് എന്താണ് ശരിക്കും? പ്രാഥമികമായിട്ടുള്ള ഉറവിടം ഏതാണ്? ദാറ്റ് ഈസ് നത്തിങ് ബട്ട് ദ ചാർജ് ഗോട്ട് ഫ്രം ദ പേഷ്യന്റ് കേട്ടോ. അത് രോഗിയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ചാർജ് ആണ് ഈ പറയുന്ന പ്രൈമറി സോഴ്സ് കേട്ടോ. ഓക്കെ, ഇത് നിങ്ങൾ പഠിച്ചു വെക്കുക കേട്ടോ. നെക്സ്റ്റ് വരുന്നത് ദ പ്രോബ്ലംസ് ഓഫ് ദ ഫാർമസി സർവീസസ്. അതായത് ഒരു ഫാർമസി സേവനങ്ങൾ, ഒരു ഫാർമസി അവർക്ക് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? നമ്മൾ ഡയറ്ററി ഡിപ്പാർട്ട്മെന്റ് പഠിച്ചപ്പോൾ അതിനകത്ത് നമ്മൾ സൂചിപ്പിച്ചിരുന്നു അല്ലെ. അതായത് ആ ഒരു ഡിപ്പാർട്ട്മെന്റ് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരുന്ന ചില സാഹചര്യങ്ങളുണ്ട്, പ്രോബ്ലം സിറ്റുവേഷൻസ് ഉണ്ട്. അതുപോലെ ഇവിടെ പഠിക്കാനുണ്ട് കേട്ടോ. ഒരു ഫാർമസി ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസുകൾ എന്തൊക്കെയാണ് നമുക്കത് നിങ്ങൾ പഠിക്കുക വേണം കേട്ടോ. കാരണം താഴെ തന്നിട്ട് അവര് ഫാർമസി ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങളിൽ ഉൾപ്പെടുന്നത് ഏത്, ഉൾപ്പെടാത്തത് ഏത്, മറ്റേതെങ്കിലും ഡിപ്പാർട്ട്മെന്റിന്റെ പ്രോബ്ലംസ് വരാനായിട്ടേക്ക് ഇത് തരും കേട്ടോ. നമ്മൾ കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്യണം. ഓക്കെ, ഒന്നാമത്തെ എന്താണ്? പിൽഫറേജ്. എന്താണ് പിൽഫറേജ്? എന്താണ് പിൽഫറേജ് എന്ന് പറഞ്ഞാല്? തെഫ്റ്റ് ആണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. തെഫ്റ്റ്, കളവാണ്, മോഷണം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്തെങ്കിലും പഠിച്ചപ്പോ
കാര്യം പറഞ്ഞിട്ടുണ്ട് അല്ലെ. ഓവർ സ്റ്റോക്കിംഗ് ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ ചില മരുന്നുകൾ ഒരുപാട് നമ്മൾ സ്റ്റോക്ക് ചെയ്ത് വെക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ കളവ് നടക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ നല്ല അത്യാവശ്യം എക്സ്പെൻസീവ് ആയിട്ടുള്ള മരുന്നുകളൊക്കെ ആയി കഴിയുമ്പോൾ എങ്ങനെ നോക്കിയാൽ ഇതെല്ലാം കൈകാര്യം ചെയ്യുന്നത് ആരാണ്? മനുഷ്യരാണ് അല്ലെ. ചില കരുത്തിനൊക്കെ സാധ്യത ഉണ്ട്. ഓക്കെ, ഓവർ സ്റ്റോക്കിംഗ് ഒക്കെ വരുമ്പോൾ നോക്കാം. പിൽഫറേജ് ചിലത് ചിന്തിക്കും പോലെ മരുന്ന് കൂട്ടിക്കൊണ്ട് വെച്ചിട്ടുണ്ടല്ലോ, അപ്പൊ മരുന്ന് ഒരു 1-2 എടുത്താലൊന്നും വലിയ പ്രശ്നമൊന്നും ഇല്ല, അതൊക്കെ ധരിച്ച് ആൾക്കാർ എടുത്തേക്കാം, അങ്ങനൊരു സാധ്യതയുണ്ടല്ലോ. ദാറ്റ് ഈസ് കോൾഡ് പിൽഫറേജ്. കളവാണ്. പിന്നെന്താണ്? ഡിസ്ട്രക്ഷൻ ബൈ ദ ഇൻസെക്ട്സ് ആൻഡ് റാറ്റ്സ്, അതായത് കീടങ്ങള് അല്ലെങ്കിൽ റാറ്റ്സ് അല്ലെ, എലികളൊക്കെ മൂലം ഉണ്ടാകുന്ന ചിലപ്പോൾ മരുന്നുകൾക്ക് ചിലപ്പോൾ ഡാമേജ് ഒക്കെ സംഭവിക്കാം അല്ലെ, ഡിസ്ട്രക്ഷൻ സംഭവിക്കാം, അതൊരു പ്രശ്നമാണ്. പിന്നെന്താണ് പറയുന്നത്? ഔട്ട്ഡേറ്റഡ് ഡ്രഗ്സ് ആണ് അല്ലെ. ഔട്ട്ഡേറ്റഡ് ഡ്രഗ്സ്, ഡേറ്റ് കഴിഞ്ഞു. ഔട്ട്ഡേറ്റഡ് ഡ്രഗ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് എക്സ്പയറി ഡ്രഗ്സ് അല്ല കേട്ടോ, അതല്ല ഉദ്ദേശിക്കുന്നത്. നിലവില് ആ മരുന്നുകൾ ഇല്ല, വിപണിയിലില്ല, ഔട്ട്ഡേറ്റഡ് ആയിട്ട് പോയിട്ടുണ്ട്. ചിലപ്പോൾ 2 മാസം മുമ്പ് വരെ വിപണിയിൽ ഇറങ്ങിക്കൊണ്ടിരുന്ന അല്ലെങ്കിൽ ആളുകൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മരുന്നായിരിക്കും. പക്ഷെ എന്തെങ്കിലും കാരണം കൊണ്ട് ചില മരുന്നുകൾ കൂടുതൽ സൈഡ് എഫക്ട് ഉണ്ടാക്കുന്നുണ്ട് എന്ന് വല്ലതും മനസ്സിലായി കഴിഞ്ഞാൽ ഡോക്ടേഴ്സ് അസോസിയേഷൻ ആയി നമ്മുടെ മെന്റൽ ഹെൽത്ത് ഓർഗനൈസേഷൻ പോലെയുള്ള അങ്ങനെയുള്ളവരൊക്കെ എന്ത് ചെയ്ത് ബാൻ ചെയ്യും, റദ്ദാക്കുന്നത് കേട്ടോ. അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ ഔട്ട്ഡേറ്റഡ് ഡ്രഗ്സ് എന്ന് പറയുന്നത് കേട്ടോ. മനസ്സിലായി പറഞ്ഞത്? അതായത് ആ മരുന്നുകൾ റദ്ദാക്കപ്പെടുന്ന ചില മരുന്നുകൾ ഉണ്ടായിരുന്നു. ഇപ്പൊ നമ്മുടെ മസ്താൽ പോട്ട് എന്നൊക്കെ പറഞ്ഞൊരു മരുന്നുണ്ട്, അത് സൈനസൈറ്റിസ് അതുപോലെ തന്നെ ആ മരുന്ന് ഒരു മഞ്ഞ കളർ പോലെ ഇരിക്കും. അത് പെയിൻ കില്ലർ ആണ് ശരിക്കും പറഞ്ഞത്. പുറമേ എല്ലാ പെയിൻസിനും ഉപയോഗിക്കുന്ന സൈനസൈറ്റിസ് ഒക്കെ പോലുള്ള അസുഖങ്ങൾക്കൊക്കെ ഉപയോഗിക്കുന്ന ഒരു മരുന്നാണത്. സംഭവം കഴിച്ചാൽ പെട്ടെന്ന് മാറും കേട്ടോ. പക്ഷെ അത് ഈ അടുത്ത കാലത്ത് അത് വളരെയധികം സൈഡ് ഇഫക്ട് ഉണ്ടാക്കുന്നുണ്ട്, അതായത് ഇന്റേണൽ ഓർഗൻസിനെയൊക്കെ വളരെ മോശമായിട്ട് ബാധിക്കുന്നുണ്ട് എന്നൊരു ഇൻഫർമേഷൻ വന്നപ്പോ ആ മരുന്ന് ബാൻ ചെയ്തു. കുറച്ച് നാൾ മുമ്പ് വരെ ഉപയോഗിച്ചിരുന്ന മരുന്നാണ് കേട്ടോ, അത് റദ്ദാക്കപ്പെട്ടിട്ടുണ്ട്. അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ ഔട്ട്ഡേറ്റഡ് ഡ്രഗ്സ് എന്നിട്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ ആണല്ലോ. പിന്നെന്താണ്? എക്സ്പയറി ഡ്രഗ്സ്. അത് വേറെ. എക്സ്പയറി ഡ്രഗ്സ് എന്ന് വെച്ചാൽ എന്താ? കാലമരണപ്പെട്ട മരുന്നുകൾ ഉണ്ടായിരിക്കും അല്ലെ. ചിലപ്പോൾ നമ്മൾ സ്റ്റോക്ക് ചെയ്ത് വെക്കുന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഓവർ സ്റ്റോക്ക് ആവാനും പാടില്ല, അണ്ടർ സ്റ്റോക്ക് ആവാനും പാടില്ല അല്ലെ. കാര്യം എക്സ്പയറി ഡേറ്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. എക്സ്പയർഡ് ആയിട്ടുള്ള ഡ്രഗ്സുകളൊക്കെ വരാം, ചില സാഹചര്യങ്ങളിലൊക്കെ വരാം, അതും ഒരു പ്രോബ്ലമാണ് അല്ലെ. ഓക്കെ, പിന്നെ വരുന്നതാണെന്ത്? ക്യാരിയിങ് കോസ്റ്റ്. ക്യാരിയിങ് കോസ്റ്റ് അഥവാ നമ്മള് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് എന്ന് പറയും. ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് ഇപ്പൊ ചില മരുന്നുകള് നമുക്ക് പുറത്തുനിന്ന് കൊണ്ടുവരേണ്ടതായിട്ട് വരും അല്ലെ. ചില നമ്മൾ പറഞ്ഞു നാട്ടിലൊന്നും ഉണ്ടാവില്ല, ചില മരുന്നുകൾ അബ്രോഡിൽ നിന്നൊക്കെ കൊണ്ടുവരണം. അതിനെന്ത് വരും? ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് വരും. അബ്രോഡിൽ നിന്ന് കൊണ്ടുവരുന്നതിന് മാത്രമല്ല കേട്ടോ, പുറത്തുനിന്ന് കൊണ്ടുവരിക എങ്ങനെയാണ് നമ്മുടെ രാജ്യത്തിനുള്ളിലായിട്ട് തന്നെ ചില മരുന്നുകൾ നമുക്ക് എത്തിക്കാനായിട്ട് അതിന്റെ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് വേണ്ടി വരും. ദാറ്റ് ഈസ് ഓൾസോ ഒരു ക്യാരിയിങ് കോസ്റ്റ് കേട്ടോ. പിന്നെ വരുന്നതാണ് എന്ത്? ഷോർട്ടേജ് കോസ്റ്റ്. എന്തായിരിക്കും ഷോർട്ടേജ് കോസ്റ്റ്? ഷോർട്ടേജ് മൂലമായിട്ട് വരുന്ന ചെലവാണ് അല്ലെ. ചില മരുന്നുകൾ അണ്ടർ സ്റ്റോക്ക് ആയിട്ട് പോകും. ഡിമാൻഡുള്ള മരുന്നാണ്, ചിലപ്പോൾ അത് വേണ്ടത്ര നല്ല രീതിയിൽ കിട്ടാനുണ്ടാവില്ല. സ്വാഭാവികമായിട്ട് നമുക്ക് എന്ത് ചെയ്യും? ഡിമാൻഡ് കൂടുതലാണ്, നമുക്ക് വീണ്ടും അത് പർച്ചേസ് ചെയ്യേണ്ടതായിട്ട് വരും, വീണ്ടും ഒരു ഓർഡർ കൊടുക്കേണ്ടതായിട്ട് വരും. അതിനനുസരിച്ച് കോസ്റ്റും വർദ്ധിക്കും അല്ലെ, ഓർഡറിംഗ് കോസ്റ്റും വർദ്ധിക്കും. ഓക്കെ, മനസ്സിലായല്ലോ ഷോർട്ടേജ് കോസ്റ്റ്. അപ്പൊ മൊത്തത്തില് 6 പ്രോബ്ലംസ് ആണ് അതിനകത്ത് പറയുന്നത്. ഒന്ന് പിൽഫറേജ്, പിന്നെ ഡിസ്ട്രക്ഷൻ ബൈ ദ റാറ്റ്സ് ആൻഡ് ഇൻസെക്ട്സ്, ഔട്ട്ഡേറ്റഡ് ഡ്രഗ്സ്, എക്സ്പയറി ഡ്രഗ്സ്, പിന്നെ ക്യാരിയിങ് കോസ്റ്റ് അഥവാ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ്, ലാസ്റ്റ് എന്താണ് വരുന്നത്? ഷോർട്ടേജ് കോസ്റ്റ്. ക്ലിയർ ആയോ പറഞ്ഞത്? ക്ലിയർ ആയോ? ഓക്കെ അല്ലേ? പ്രശ്നങ്ങള്, പ്രോബ്ലംസ്? ശരി, അപ്പൊ നമുക്കിനി അടുത്ത ഭാഗം നോക്കാം കേട്ടോ. റോൾ ഓഫ് ദ മെഡിസിൻ ഷോർട്ടേജ്. എന്താണ് മനസ്സിലാവാത്തത്? ഷോർട്ടേജ് കോസ്റ്റ് ആണോ? അതായത് ഷോർട്ടേജ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ചില മരുന്നുകൾ ഷോർട്ടേജ് വരും, ഫാർമസിയിൽ വേണ്ടത്ര അളവില് ഉണ്ടാവാതെ വരും. അപ്പൊ എന്ത് ചെയ്യേണ്ടി വരും? നമുക്ക് വീണ്ടും അത് ഓർഡർ ചെയ്ത് വാങ്ങേണ്ടി വരില്ലേ? ഒരു കോസ്റ്റ് നമുക്ക് വേണ്ടി വരില്ലേ? ഇതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ, ഷോർട്ടേജ് കോസ്റ്റ്. ഓക്കെ ആണോ? അടുത്തതാണ് റോൾ ഓഫ് ചീഫ് ഫാർമസിസ്റ്റ് കേട്ടോ. ചീഫ് ഫാർമസിസ്റ്റിന്റെ റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ്, അവരുടെ റോൾ എന്താണ്? നമുക്കറിയാം, ഒരു ചീഫ് ഫാർമസിസ്റ്റ് നമ്മൾ ഫ്ലോ ചാർട്ട് പറഞ്ഞപ്പോ പഠിച്ചതാണ് കേട്ടോ. ചീഫ് ഫാർമസിസ്റ്റ് എന്ന് പറഞ്ഞാൽ ആരാണ്? സീനിയർ സ്റ്റാഫ് ആണ് അല്ലെ. അദ്ദേഹം ഒരു സീനിയർ ഫാർമസിസ്റ്റ് ആണ്.
ഹൂ മാനേജസ് ദ എൻറ്റയർ ഫാർമസി അല്ലെ? ഒരു മുഴുവൻ ഫാർമസിയെയും കൺട്രോൾ ചെയ്യുന്നത് ആരാണ്? ഈ പറയുന്ന ചീഫ് ഫാർമസിസ്റ്റ് ആണ് അല്ലെ? അദ്ദേഹത്തിന്റെ ക്വാളിഫിക്കേഷൻ എന്താ നമ്മൾ പഠിച്ചിരുന്നു? എന്തായിരുന്നു അദ്ദേഹത്തിന്റെ ക്വാളിഫിക്കേഷൻ? എംഫാം ആണ് അല്ലെ? മാസ്റ്റർ ഓഫ് ഫാർമസിയാണ്. ഫ്ലോ ചാർട്ട് പറഞ്ഞപ്പോ പഠിച്ചിട്ടുണ്ട് കേട്ടോ ചീഫ് ഫാർമസിസ്റ്റിന്റെ. ഓക്കെ, അദ്ദേഹത്തിന്റെ റോൾ അഥവാ റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് പോയിന്റ് ശ്രദ്ധിക്കാം. ഫുൾഫില്ലിംഗ് ഓഫ് ദ ഡിസിഷൻ ഓഫ് തെറാപ്യൂട്ടിക് കമ്മിറ്റി. എന്താണ് തെറാപ്യൂട്ടിക് കമ്മിറ്റി? DTC എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചിരുന്നില്ലേ? ഡ്രഗ്സ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റി. അപ്പൊ അത്തരം കമ്മിറ്റിയുടെ തീരുമാനങ്ങൾ അല്ലെങ്കിൽ അവരുടെ ശുപാർശകൾ അഥവാ അവരുടെ നിർദ്ദേശങ്ങളൊക്കെ ഫുൾഫില്ല് ചെയ്യുക അല്ലെ? കൃത്യമായിട്ട് പ്രാവർത്തികമാക്കുക. അത് ഫാർമസിയുടെ ഉത്തരവാദിത്വമാണ്. അതിലൂടെയാണ് നടത്തുന്നത്, ഇംപ്ലിമെന്റ് ചെയ്യപ്പെടുന്നത് അവിടെ ചീഫ് ഫാർമസിസ്റ്റിലൂടെയാണ്. ഫുൾഫില്ലിംഗ് ഓഫ് ദ ഡിസിഷൻ ഓഫ് തെറാപ്യൂട്ടിക് കമ്മിറ്റി. ക്ലിയർ? അടുത്തത് എന്താണ്? ഡിസ്പെൻസിംഗ് ഓഫ് ഡ്രഗ്സ്, ഫാർമസ്യൂട്ടിക്കൽസ് ആൻഡ് കെമിക്കൽസ് ടു സെപ്പറേറ്റ് ഏരിയാസ്. അതായത് ഓരോ വ്യത്യസ്ത മേഖലകളിലേക്കുള്ള മരുന്നുകള്, മറ്റ് ഫാർമസ്യൂട്ടിക്കൽസ്, കെമിക്കൽസ് ഇതെല്ലാം തന്നെ ഡിസ്പെൻസ് ചെയ്യുക, വിതരണം ചെയ്യുക. സെപ്പറേറ്റ് ഏരിയ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നല്ല ഉദ്ദേശിക്കുന്നത്. ഇൻപേഷ്യൻസ് ഉണ്ടായിരിക്കും, റൂമിലുള്ള പേഷ്യൻസ് ഉണ്ടായിരിക്കും, അതുകൂടാണ്ട് ഔട്ട് പേഷ്യൻസ് ഉണ്ടായിരിക്കും അല്ലെ? ഇവർക്ക് എല്ലാവർക്കും ആവശ്യമായിട്ടുള്ള, അതായത് വ്യത്യസ്ത ഏരിയ, സെപ്പറേറ്റ് ഏരിയസിൽ വരുന്ന പേഷ്യൻസിന് അവർക്ക് ആവശ്യമായിട്ടുള്ള മരുന്നുകൾ, ഫാർമസ്യൂട്ടിക്കൽസ്, കെമിക്കൽസ് ഇവയെല്ലാം തന്നെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക അഥവാ ഡിസ്പെൻസ് ചെയ്യുക. പിന്നെന്താണ്? മെയിൻ്റനൻസ് ഓഫ് ദ ആക്സെപ്റ്റഡ് സ്റ്റോക്ക് ഓഫ് എമർജൻസി ഡ്രഗ്സ് ആൻഡ് ആന്റിഡോട്ട്സ്. അതാണ് മെയിൻ്റനൻസ് ഓഫ് ആക്സെപ്റ്റഡ് സ്റ്റോക്ക് ഓഫ് എമർജൻസി ഡ്രഗ്സ് ആൻഡ് ആന്റിഡോട്ട്സ്. അതായത് ചില എമർജൻസി ഡ്രഗ്സുകൾ ഉണ്ടായിരിക്കും, അടിയന്തര മരുന്നുകൾ ഉണ്ടായിരിക്കും. ആന്റിഡോട്ട്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? മറുമരുന്നുകളാണ് കേട്ടോ. അതാണ് മറുമരുന്നുകൾ. അത് മറുമരുന്ന് എന്ന് പറഞ്ഞാല് ഇപ്പൊ നമ്മുടെ ബോഡിയിൽ എന്തെങ്കിലും ടോക്സിക് ആവാം അല്ലെങ്കിൽ പോയിസൺ ഒക്കെ ആയിക്കഴിഞ്ഞാല് അതിനെ ഇല്ലായ്മ ചെയ്യാനായിട്ട് നമ്മൾ മരുന്നുകൾ കൊടുക്കും. ഓക്കെ, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ആന്റിഡോട്ട്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ ഞാനൊരു കാര്യം പറയട്ടെ. ചില മരുന്ന് നമ്മൾ ഒരു ഓവർഡോസ് ആയിട്ട് കഴിച്ചുകൊണ്ടിരിക്കും. അപ്പൊ എന്താവും? അതൊരു ടോക്സിക് ഇഫക്റ്റ് ആണ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കുന്നത്. അപ്പൊ ആ ഒരു ടോക്സിക് ഇഫക്റ്റ് മൂലം ഉണ്ടാകുന്ന പ്രോബ്ലംസിനെ കുറയ്ക്കാനായിട്ട്, മിനിമൈസ് ചെയ്യാൻ അല്ലെങ്കിൽ ഇല്ലായ്മ ചെയ്യാനായിട്ട് നമ്മൾ വേറെ മരുന്ന് കൊടുക്കും. ഓക്കെ, അതാണ് മറുമരുന്ന് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് കോൾഡ് ആന്റിഡോട്ട്സ്. അപ്പൊ ഇത്തരത്തിലുള്ള എമർജൻസി ഡ്രഗ്സുകളും മറുമരുന്നുകളുടെയൊക്കെ ആക്സെപ്റ്റഡ് സ്റ്റോക്ക്, അതായത് ആവശ്യമായിട്ടുള്ള അംഗീകൃതമായിട്ടുള്ള സ്റ്റോക്ക് ഫാർമസിയിൽ നിലനിർത്തുക എന്നുള്ളത് നമ്മുടെ ചീഫ് ഫാർമസിസ്റ്റിന്റെ ഉത്തരവാദിത്തമാണ്. മനസ്സിലായോ പറഞ്ഞത്? മെയിൻ്റനൻസ് ഓഫ് ദ ആക്സെപ്റ്റഡ് സ്റ്റോക്ക് ഓഫ് എമർജൻസി ഡ്രഗ്സ് ആൻഡ് ആന്റിഡോട്ട്സ്. ഇത്ര സ്റ്റോക്ക് ഉണ്ടായിരിക്കണം എന്ന നിർബന്ധമാണ് കേട്ടോ. അപ്പൊ അത് പ്രോപ്പർ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത് ചീഫ് ഫാർമസിസ്റ്റ് ആണ്. ക്ലിയർ ആണല്ലോ? ഓക്കെ, അടുത്ത പോയിന്റ് ഡിസ്പെൻസിംഗ് ഓഫ് ദ നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് അക്കൗണ്ടിങ്. കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾ പഠിച്ചതാണ് അല്ലെ? നാർക്കോട്ടിക് ഡ്രഗ്സിന്റെ സ്റ്റോറേജ് ഒക്കെ നമ്മൾ പറഞ്ഞത് ഓർമ്മയില്ലേ നിങ്ങൾക്ക്? അതായത് നമ്മളെ തളർത്തുന്നതോ അല്ലെങ്കിൽ നമുക്ക് ഈ പറയുന്ന പോലെ മയക്കം വരുത്തുന്നതോ ആയിട്ടുള്ള, മരവിപ്പിക്കുന്നതോ ആയിട്ടുള്ള സൈക്കോ ആക്റ്റീവ് ആയിട്ടുള്ള മരുന്നുകളാണ് നാർക്കോട്ടിക് ഡ്രഗ്സ്. അത് കൈകാര്യം ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധ വേണം അല്ലെ? അത്തരം നാർക്കോട്ടിക് മരുന്നുകളുടെ വിതരണവും അതുപോലെ അതിന്റെ അക്കൗണ്ടിങ്, അതിന്റെ കണക്കും കാര്യങ്ങളും. നമ്മളവിടെ ഒരു പോയിന്റ് പറഞ്ഞിട്ടുണ്ട് അല്ലെ? നാർക്കോട്ടിക് ഡ്രഗ്സുകൾക്കൊക്കെ പ്രിസൈസ് ആയിട്ടുള്ള റെക്കോർഡിങ്, കൃത്യമായിട്ടുള്ള റെക്കോർഡിങ് ഇപ്പോഴും മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം. കാര്യം എന്താണെന്ന് വെച്ചാൽ അതൊക്കെ മിസ്യൂസ് ചെയ്യപ്പെടാനുള്ള ഒരു സാധ്യതകൾ വരുന്നുണ്ട് അല്ലെ? നാർക്കോട്ടിക് ഡ്രഗ്സ് എന്ന് പറയുന്നത്. അപ്പൊ അത് ഹാൻഡിൽ ചെയ്യാനായിട്ട് തീർച്ചയായിട്ടും ലൈസൻസ്ഡ് ആയിട്ടുള്ള ഒരു ഫാർമസിസ്റ്റിന് മാത്രമാണ് അതിനുള്ള അധികാരമുള്ളൂ കേട്ടോ. അതാരായിരിക്കും? ചീഫ് ഫാർമസിസ്റ്റ് ആയിരിക്കും. മനസ്സിലായോ? അപ്പൊ ഡിസ്പെൻസിംഗ് ഓഫ് ദ നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് അക്കൗണ്ടിങ്, ഈ പറയുന്ന നാർക്കോട്ടിക് മരുന്നുകളുടെ വിതരണവും കണക്കെടുപ്പും കാര്യങ്ങളൊക്കെ ചെയ്യുക എന്നുള്ളത് ചീഫ് ഫാർമസിസ്റ്റിന്റെ ഉത്തരവാദിത്തമാണ്. കാര്യം ഹീസ് ദ ക്വാളിഫൈഡ് ആൻഡ് ലൈസൻസ്ഡ് പേഴ്സൺ. ഓക്കെ, ഇതാണ് ലൈസൻസ്ഡ് പേഴ്സൺ. ഇത്തരം മരുന്നുകൾ ഹാൻഡിൽ ചെയ്യണമെങ്കിൽ അങ്ങനെയുള്ള ഒരാൾ തന്നെയാണ് വേണ്ടത്. ഓക്കെ, പിന്നെ എന്താണ് പറയുന്നത്? ഡെസിഗ്നേഷൻ ഫോർ ദ വാരിയസ് ഫ്ലൂയിഡ്സ്. ഡെസിഗ്നേഷൻ ഫോർ ദ വാരിയസ് ഫ്ലൂയിഡ്സ് എന്താണ് ഉദ്ദേശിക്കുന്നത്? അതായത് പലതരത്തിലുള്ള ഫ്ലൂയിഡ്സുകൾ ഉണ്ട്. വാരിയസ് ഫ്ലൂയിഡ്സ്. ഫ്ലൂയിഡ്സ് എന്ന് പറഞ്ഞാല് നമ്മുടെ IV ഫ്ലൂയിഡ്സ് നിങ്ങൾ കേട്ടില്ല. IV എന്ന് വെച്ചാൽ എന്താണ്? ഇൻട്രാവെൻസിൽ നമ്മൾ നേരിട്ട് വേണ്ടിയിട്ട് കുത്തിയിറക്കുന്ന അങ്ങനത്തെ ഫ്ലൂയിഡ്സുകൾ ഉണ്ട്. നമുക്ക് ഭയങ്കര വോമിറ്റിംഗ് വന്നു,
ഡയറിയ വന്നു, നമ്മുടെ തലകറങ്ങിട്ട് വരുന്ന സമയത്തൊക്കെ ചിലപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഹോസ്പിറ്റലിൽ കൊണ്ടിട്ട് ട്രിപ്പ് ഇടും അല്ലെ, ട്രിപ്പ് ഇടും നമ്മൾ. അപ്പൊ നമുക്ക് എന്താണ് ഡീഹൈഡ്രേഷൻ ഒഴിവാക്കാനായിട്ട് IV ഫ്ലൂയിഡ്സ്, നമുക്ക് ചിലപ്പോൾ ഭക്ഷണം ഒന്നും കഴിക്കാൻ പറ്റാത്ത സാഹചര്യമാണെങ്കിൽ IV ഫ്ലൂയിഡ്സ് നമ്മുടെ ശരീരത്തിനകത്തേക്ക് കയറ്റി വിടും അല്ലെ. അപ്പൊ അങ്ങനെ പല ടൈപ്പ് ഓഫ് ഫ്ലൂയിഡ്സ് ഉണ്ട്. ഈ പ്രഗ്നൻസി എന്താണ് പ്രസവിക്കുന്ന സമയത്തൊക്കെ ചിലപ്പോൾ പെയിനുള്ള മരുന്നൊക്കെ ചിലപ്പോൾ ഇങ്ങനെ ഫ്ലൂയിഡ് ആയിട്ടൊക്കെയാവും ശരീരത്തിലേക്ക് കയറ്റി വിടുക. അങ്ങനെ പല ടൈപ്പ് ഓഫ് IV ഫ്ലൂയിഡ്സും കാര്യങ്ങളും ഉണ്ട്. ഓക്കെ, അപ്പൊ അത്തരം ഫ്ലൂയിഡുകൾ എത്ര അളവില് എത്ര ഡോസിൽ ഒരു പേഷ്യന്റിന്റെ ശരീരത്തിനകത്തേക്ക് പ്രവേശിപ്പിക്കണം, എത്ര നേരം പ്രവേശിക്കണം, അതിനെ കുറിച്ച് ചില കണക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെല്ലാം തന്നെ തീരുമാനിക്കുന്നത് ആരാണ്, അതിന്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് ആരാണ്, അത് ചീഫ് ഫാർമസിസ്റ്റ് ആണ് കേട്ടോ. അപ്പൊ ഡെസിഗ്നേഷൻ ഫോർ വാരിയസ് ഫ്ലൂയിഡ്സ്, ഡെസിഗ്നേഷൻ എന്ന് വെച്ചാൽ പദവി എന്നുള്ള അർത്ഥമാണ് കേട്ടോ. എന്ന് പറഞ്ഞാൽ ഇത്തരം വാരിയസ് ഫ്ലൂയിഡ്സുകൾ എത്ര ഡോസിൽ പേഷ്യന്റിലേക്ക് എത്തിക്കണം, എത്ര ടൈം എടുക്കണം, എത്ര ടൈമിൽ കയറ്റണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ, കുറെ കണക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെല്ലാം തന്നെ തീരുമാനിക്കുന്നത് ചീഫ് ഫാർമസിസ്റ്റ് ആണ് കേട്ടോ. ഓക്കെ, അടുത്തത് എന്താണ്, സ്ക്രൂട്ടിനി ഓഫ് ഡ്രഗ്സ് അറ്റ് വാരിയസ് പോയിന്റ്സ് ഓഫ് യൂസ്. എന്താണ് സ്ക്രൂട്ടിനി എന്ന് പറയുന്ന വേർഡിന്റെ അർത്ഥം? സൂക്ഷ്മ പരിശോധന കേട്ടോ. അതായത് ഓരോ മരുന്നുകളുടെയും, അതായത് മരുന്നുകളുടെ ഉപയോഗത്തിന്റെ ഓരോ ഘട്ടത്തിലും സൂക്ഷ്മ പരിശോധന നടത്തുക. മനസ്സിലായോ? മരുന്നുകളുടെ ഉപയോഗത്തിന്റെ ഓരോ ഘട്ടത്തിലും അതിന് സൂക്ഷ്മ പരിശോധന നടത്തുക എന്നുള്ളത് ചീഫ് ഫാർമസിസ്റ്റിന്റെ ഉത്തരവാദിത്തമാണ്. എന്ന് വെച്ചാൽ ഓരോ മരുന്ന് ചെല്ലുമ്പോൾ മാറ്റങ്ങൾ എങ്ങനെയാണ്, സൈഡ് എഫക്ട് വരുന്നുണ്ടോ, മറ്റെന്തെങ്കിലും ഡ്രഗ് റിയാക്ഷൻസ് ഉണ്ടാവുന്നുണ്ടോ, പോസിറ്റീവ് ഓർ നെഗറ്റീവ് ആയിട്ട് വേണ്ടി എന്ത് തന്നെ കാര്യങ്ങളാണെങ്കിൽ അതിന്റെ സൂക്ഷ്മ പരിശോധന നടത്താനുള്ള റെസ്പോൺസിബിലിറ്റി ആർക്കാണുള്ളത്? ചീഫ് ഫാർമസിസ്റ്റിനാണ് ഉള്ളത്. ഓക്കെ, പിന്നെന്താണ്, പ്രിപ്പറേഷൻ ഓഫ് ഇന്റൻസ്, ഇഷ്യൂ ആൻഡ് റിസീപ്റ്റ് വൗച്ചർ. ഇന്റൻസ് നമ്മൾ പഠിച്ചതാണ് അല്ലെ, മേക്കിംഗ് ദ റിക്വസിഷൻ ഫോർ ദ സപ്ലൈ ഓഫ് ഡ്രഗ്സ് ആണ് അല്ലെ. അപ്പൊ അത്തരത്തില് മരുന്നുകൾക്ക് വേണ്ടിയുള്ള റിക്വസിഷൻസ് തയ്യാറാക്കുക, പിന്നെ ഇഷ്യൂ ചെയ്യുക അല്ലെ, മരുന്നുകൾ കൃത്യമായിട്ട് ഇഷ്യൂ ചെയ്യുക. ആൻഡ് റിസീപ്റ്റ് വൗച്ചർ, അതിന്റെ റിസീപ്റ്റും കാര്യങ്ങളും എല്ലാം തന്നെ കീപ്പ് ചെയ്യുക. ഇതൊക്കെ ചീഫ് ഫാർമസിസ്റ്റിന്റെ റെസ്പോൺസിബിലിറ്റിയാണ് കേട്ടോ. പ്രിപ്പറേഷൻ ഓഫ് ഇന്റൻസ്, ഇഷ്യൂ ആൻഡ് റിസീപ്റ്റ് വൗച്ചർ. ഓക്കെ, പിന്നെ അടുത്തത് എന്താണ്, ഇൻവെന്ററി കൺട്രോൾ. എന്താണ് ഇൻവെന്ററി എന്ന് പറഞ്ഞാല്? സ്റ്റോക്ക് ആണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. സ്റ്റോക്കിനെ കൺട്രോൾ ചെയ്യുക എന്ന് പറഞ്ഞാല് ചില മരുന്നുകൾ വരുന്നത് ഓവർ സ്റ്റോക്ക് ആവാനും പാടില്ല, അണ്ടർ സ്റ്റോക്ക് ആവാനും പാടില്ല. ഓവർ സ്റ്റോക്ക് ആയി കഴിഞ്ഞാൽ എന്തുണ്ടാവും? തെഫ്റ്റിനുള്ള സാധ്യതയുണ്ട്. അണ്ടർ സ്റ്റോക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും ഷോർട്ടേജ് കോസ്റ്റ് കൂടും അല്ലെ. അപ്പൊ അത് രണ്ടും ഒരുപോലെ ഓവർ സ്റ്റോക്ക് ആവാതെയും അണ്ടർ സ്റ്റോക്ക് ആവാതെയും ഒരു മിനിമം ഒരു ലെവലിൽ ബാലൻസ് ചെയ്ത് പോവുക. ഓക്കെ, ഇതൊക്കെ കൺട്രോൾ ചെയ്യാം, സ്റ്റോക്കിനെ കൺട്രോൾ ചെയ്യാം കേട്ടോ. അത് ആരുടെ ഡ്യൂട്ടിയാണ്? ചീഫ് ഫാർമസിസ്റ്റിന്റെ റെസ്പോൺസിബിലിറ്റിയാണ്. ദാറ്റ് ഈസ് കോൾഡ് ഇൻവെന്ററി കൺട്രോൾ. ഇൻവെന്ററി എന്ന് വെച്ചാൽ സ്റ്റോക്ക് ആണ് കേട്ടോ, സ്റ്റോക്ക് കൺട്രോൾ ആണ്. പിന്നെ വരുന്നത് മെയിന്റനൻസ് ഓഫ് സ്റ്റോർസ്, ലെഡ്ജേഴ്സ് ആൻഡ് റെക്കോർഡ്സ്. അറിയാലോ, അതായത് നമുക്ക് ഫാർമസി സ്റ്റോർ മെയിൻറ്റെയിൻ ചെയ്യാം, അവിടുത്തെ ലെഡ്ജേഴ്സ് നമ്മൾ പലതരം ഇതൊക്കെ പഠിച്ചില്ലേ, ഇതൊക്കെ റെക്കോർഡ്സ് രജിസ്ട്രേഴ്സ് ഒക്കെയാണ് ഫാർമസിക്കകത്ത് സൂക്ഷിക്കേണ്ടത്. അതുമായിട്ട് ബന്ധപ്പെട്ട ലെഡ്ജേഴ്സ്, കണക്ക് പുസ്തകങ്ങൾ, റെക്കോർഡ്സ് ഇതെല്ലാം തന്നെ മെയിൻറ്റെയിൻ ചെയ്യുക, നിലനിർത്തുക. പിന്നെന്താണ്, പ്രൊവിഷൻ ഓഫ് ദ ആൾട്ടർനേറ്റ് ഇലക്ട്രിസിറ്റി സപ്ലൈ. അതായത് ഒരു ആൾട്ടർനേറ്റ് പവർ സപ്ലൈ അഥവാ ഇലക്ട്രിക് സപ്ലൈക്കുള്ള ഒരു പ്രൊവിഷൻ, ആ പ്രൊവിഷൻ ഒരു തയ്യാറെടുപ്പ് ചെയ്യേണ്ടത് നമ്മുടെ ചീഫ് ഫാർമസിസ്റ്റ് ആണ്. അതെന്തിനാണ്? അവർക്ക് കാത്തുകൊണ്ടിരിക്കാനാണോ, എസിയിൽ ഇരിക്കാനാണോ? അതിന് വേണ്ടിയിട്ടല്ല. നമ്മൾ പഠിച്ചില്ലേ സ്റ്റോറേജ്, കോൾഡ് സ്റ്റോറേജ് ഡ്രഗ്സിനെ കുറിച്ച് നമ്മൾ പഠിച്ചില്ല. ചില മരുന്നുകൾ എന്ന് പറയുന്നത് അത് ഫ്രീസ് ചെയ്ത് റെഫ്രിജറേറ്ററിലൊക്കെ സൂക്ഷിക്കേണ്ടതായിട്ടുള്ള മരുന്നുകൾ ഉണ്ട് അല്ലെ. അപ്പൊ ഈ പറയുന്ന പോലെ കറണ്ട് ഒക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാല് ആന്റിബയോട്ടിക്സ് നമ്മൾ പഠിച്ചതാണ് കേട്ടോ. ആന്റിബയോട്ടിക്സ്, വാക്സിൻസ്, അതർ ഹോർമോൺസ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചില്ലേ. അത്തരം മരുന്നുകൾ എന്നൊക്കെ പറയുമ്പോൾ പവർ ഫെയിലിയർ വന്നത് പിന്നെ കറണ്ട് തന്നെ വരെ വെയിറ്റ് ചെയ്തിരിക്കാം, അങ്ങനെ ചെയ്യാൻ പറ്റില്ല. കാര്യം അത്തരം മരുന്നുകൾ റെഫ്രിജറേറ്ററിലാണ് സൂക്ഷിക്കേണ്ടത്. അവിടെ ഒരു ടെമ്പറേച്ചർ വാരിയേഷൻ വന്നു കഴിഞ്ഞാൽ അതിന്റെ കോമ്പോസിഷനിലൊക്കെ ഭയങ്കരമായിട്ടുള്ള വ്യതിയാനങ്ങൾ സംഭവിക്കും. അവരുടെ റിയാക്ഷൻ തന്നെ മാറിപ്പോകും. അതുകൊണ്ട് എന്തെങ്കിലും ഒരു പവർ ഫെയിലിയർ വന്നു കഴിഞ്ഞാൽ നമുക്കൊരു ആൾട്ടർനേറ്റ് ഇലക്ട്രിക് സപ്ലൈ ചെയ്യാനുള്ള ഒരു പ്രൊവിഷൻ അത് തയ്യാറാക്കി കൊടുക്കേണ്ടത് ഒരു ചീഫ് ഫാർമസിസ്റ്റിന്റെ ഉത്തരവാദിത്തമാണ്. അത് എപ്പോഴും റെസ്പോൺസിബിൾ ആയിരിക്കണം കാര്യത്തിൽ കേട്ടോ, എപ്പോഴും കറണ്ട് ഉണ്ടായിരിക്കണം. പിന്നെ എന്താണ്, സ്ക്രൂട്ടിനി ആൻഡ് ക്വാളിറ്റി കൺട്രോൾ. വീണ്ടും പറഞ്ഞ സ്ക്രൂട്ടിനി എന്ന് വെച്ചാൽ സൂക്ഷ്മ പരിശോധന, നേരത്തെ പറഞ്ഞിരുന്നു. ക്വാളിറ്റി കൺട്രോൾ അല്ലെ, മരുന്നുകളുടെ ക്വാളിറ്റി നിയന്ത്രിക്കുക. നമ്മൾ വരുന്ന മരുന്നുകൾ അപ്പാടെ തന്നെ പേഷ്യൻസിന് കൊടുക്കുകയല്ല ചെയ്യുന്നത് അല്ലെ. ഇതിൽ ഒരുപാട് ടെസ്റ്റുകൾ നടത്തി അതിന്റെ ക്വാളിറ്റി ക്വാണ്ടിറ്റി ഒക്കെ നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. അത്തരത്തിൽ ഇതിന്റെ നിലവാരം
അല്ലെങ്കിൽ ഗുണനിലവാരം കൺട്രോൾ ചെയ്യുക, സൂക്ഷ്മ പരിശോധന നടത്തുക, ഇതൊക്കെ ചീഫ് ഫാർമസിസ്റ്റിന്റെ റെസ്പോൺസിബിലിറ്റിയാണ് കേട്ടോ. പിന്നെന്താണ് ടീച്ചിങ് ആൻഡ് ട്രെയിനിങ് ഓഫ് ഫാർമസിസ്റ്റ്. അദ്ദേഹത്തിന്റെ കീഴിലുള്ള ഫാർമസിസ്റ്റുകൾക്ക് വേണ്ട പരിശീലനങ്ങൾ കൊടുക്കുക. നമ്മൾ ആ ഫ്ലോ ചാർട്ട് പഠിച്ചപ്പോ ചീഫ് ഫാർമസിസ്റ്റിന്റെ അണ്ടറിൽ ഒരുപാട് ഫാർമസിസ്റ്റുകൾ വരുന്നുണ്ട്. ഡ്രഗ് ഡിസ്ട്രിബ്യൂഷൻ ഡിപ്പാർട്ട്മെന്റ് ഹാൻഡിൽ ചെയ്യുന്ന ആൾക്കാരുണ്ട്, മെഡിക്കൽ സ്റ്റോർ ഹാൻഡിൽ ചെയ്യുന്ന ആൾക്കാരുണ്ട്, ഡിസ്പെൻസിങ് ചെയ്യുന്ന ഫാർമസിസ്റ്റുകളുണ്ട്, ക്വാളിറ്റി കൺട്രോൾ ചെയ്യുന്ന ഫാർമസിസ്റ്റുകളുണ്ട്. അദ്ദേഹത്തിന്റെ കീഴിൽ വരുന്ന ഫാർമസിസ്റ്റുകൾക്ക് അവർക്ക് ആവശ്യമായിട്ട് നിർദ്ദേശങ്ങൾ കൊടുക്കുക, അവർക്ക് വേണ്ട പരിശീലനങ്ങൾ കൊടുക്കുക, അതൊക്കെ ചീഫ് ഫാർമസിസ്റ്റിന്റെ റെസ്പോൺസിബിൾ ആണ് കേട്ടോ, റെസ്പോൺസിബിലിറ്റി ഉണ്ട്. പിന്നെ പറയുന്നത് പീരിയോഡിക് യൂട്ടിലൈസേഷൻ റിപ്പോർട്ട് ഓഫ് ഫാർമസി. പീരിയോഡിക് യൂട്ടിലൈസേഷൻ റിപ്പോർട്ട് ഓഫ് ഫാർമസി. നമുക്കറിയാം അല്ലെ, അവിടെ മരുന്നുകൾ നമ്മൾ പീരിയോഡിക് ആയിട്ട് യൂട്ടിലൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലെ, ഇതും അത് ഉപയോഗിക്കുന്നുണ്ട് അവിടുത്തെ മരുന്ന്. അപ്പൊ അതിന്റെ യൂട്ടിലൈസേഷൻ റിപ്പോർട്ടുകൾ കൃത്യമായിട്ട് സൂക്ഷിച്ചു വെക്കാം ഫാർമസിയുടെ. നമ്മൾ പറഞ്ഞിരുന്നു, കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു അല്ലെ, ഒരു ഫിനാൻഷ്യൽ ഇയർ ഒക്കെ കഴിയുമ്പോൾ സ്റ്റോക്ക് ഒക്കെ ബാലൻസ് എത്ര വരുന്നുണ്ട്, എങ്ങനെയൊക്കെയാണ് ഷോർട്ടേജ് വരുന്നുണ്ടോ, അങ്ങനെയൊക്കെയുള്ള ഒത്തിരി കാര്യങ്ങളുണ്ട് അല്ലെ. ആ ഒരു യൂട്ടിലൈസേഷൻ റിപ്പോർട്ട് കൃത്യമായിട്ട് ഫാർമസിയിൽ മെയിൻറ്റെയിൻ ചെയ്യുക ഓരോ മരുന്നിനും. പിന്നെന്താണ് പേഷ്യന്റ് എഡ്യൂക്കേഷൻ അല്ലെ, രോഗിക്ക് ആവശ്യമായിട്ടുള്ള എഡ്യൂക്കേഷൻ കൊടുക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്, രോഗിക്ക് അവരുടെ മറ്റു കഴിക്കുന്ന മരുന്നുകളെ കുറിച്ചൊക്കെ ഒരു ധാരണ ഉണ്ടാക്കി കൊടുക്കുക. എന്ത് മരുന്നാണ്, എന്തിനാണ് അത് കഴിക്കുന്നത്, എന്തൊക്കെ മാറ്റങ്ങളാണ് അതുകൊണ്ട് ശരീരത്തിൽ ഉണ്ടാകുന്നത്, അത് മാത്രമല്ല ഏതെങ്കിലും തരത്തിലുള്ള ഡ്രഗ് റിയാക്ഷൻസ് ഉണ്ടാവുന്നുണ്ടോ, സൈഡ് എഫക്ട് ഉണ്ടാവാൻ സാധ്യതയുണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ ആ ഒരു പേഷ്യന്റിന് എന്ത് കൊടുക്കുക, അറിവ് കൊടുക്കുക. ചില മരുന്നുകൾ നമ്മൾ കഴിക്കുമ്പോൾ ഭയങ്കരമായിട്ട് ഗ്യാസ് ഫോം ചെയ്യും ചില മരുന്നുകൾ കഴിക്കുമ്പോൾ. അപ്പൊ അങ്ങനെയുള്ള മരുന്നുകൾ കഴിക്കുന്നതിന് മുമ്പായിട്ട് ഭക്ഷണത്തിന് അരമണിക്കൂർ മുമ്പ് ഗ്യാസിന്റെ ഒരു മരുന്ന് കിട്ടും, അത് കഴിച്ചിട്ട് ഇത് കഴിക്കാൻ പറയും. കാര്യം എന്താണെന്ന് വെച്ചാൽ കൊടുക്കുന്ന മരുന്ന് ഗ്യാസ് ഫോം ചെയ്യുന്നുണ്ടെങ്കിൽ അത് മൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് മരുന്ന് കൊടുക്കുന്നത്. മനസ്സിലാവും. ഇത്രയേ ഉള്ളൂ പേഷ്യന്റ് എഡ്യൂക്കേഷൻ. ഇത്രയുമാണ് ഒരു ചാപ്റ്ററിനകത്ത് വരുന്നത്. ക്ലിയർ ആയതോടുകൂടി ഫാർമസി എന്ന് പറയുന്ന നമ്മുടെ ചാപ്റ്ററിന്റെ അവസാനിക്കുകയാണ് കേട്ടോ. നമ്മൾ ഈ ചാപ്റ്ററിൽ ഒത്തിരിയേറെ കാര്യങ്ങൾ പഠിച്ചു. നിങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കേണ്ട കുറെ കാര്യങ്ങൾ ഉണ്ട് ഇതിനകത്ത്. ഫാർമസി എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി, ഫങ്ഷൻസ് അറിയണം, ഒബ്ജക്റ്റീവ്സ് ഒക്കെ വായിച്ച് നന്നായി നല്ലപോലെ മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഇനി ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ഞാൻ വീണ്ടും പറയാണ്, number of the pharmacists required in a hospital that is equal to the number of beds. ബെഡ് സ്ട്രെങ്ത്തിനെ ആശ്രയിച്ചുകൊണ്ടാണ് ഒരു ഹോസ്പിറ്റലിൽ എത്ര ഫാർമസിസ്റ്റുകൾ വേണമെന്ന് നിശ്ചയിക്കുന്നത്. ആ ഭാഗം നിങ്ങൾ പ്രത്യേകം പഠിക്കണം. അവിടെ ഒരു ടാബ്ലാക്കോളൊക്കെ നമ്മൾ പഠിച്ചിരുന്നു അല്ലെ, അതായത് 100 ഇത്ര 200 ഇത്ര എന്നൊക്കെ പറഞ്ഞ് പഠിച്ചിട്ടുണ്ട്. അത് നിങ്ങൾ പൈപ്പാണ് ചെയ്യണം കേട്ടോ. പിന്നെ ഫ്ലോ ചാർട്ട്, അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആ ഫ്ലോ ചാർട്ടിൽ ഇപ്പൊ ഫാർമസിസ്റ്റിന്റെ യോഗ്യത ക്വാളിഫിക്കേഷൻ എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് മാറിപ്പോകരുത്. അവിടെ നമുക്കൊരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ നമ്മുടെ ഡ്രഗ്സ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റിയിലെ അതിലെ കുറച്ച് മെമ്പേഴ്സ് പ്രത്യേകമായിട്ടും അതിന്റെ ചെയർമാൻ, സെക്രട്ടറി അത് ആരാണെന്നുള്ളത് ഒന്ന് നോട്ട് ചെയ്ത് പഠിക്കുന്നു കേട്ടോ. പിന്നെ നമ്മള് അതിനകത്ത് പറഞ്ഞ മറ്റു പോയിന്റ്സുകളൊക്കെ എന്തായിരുന്നു, എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി എന്താണ് അത് മനസ്സിലാക്കി വെക്കുക. അതുപോലെ ഹോസ്പിറ്റൽ ഫോർമുലറി എന്താണ്, ആ ഫോർമുലറി എങ്ങനെയാണ് ഒരു ഡോക്ടറിനെ സഹായിക്കുന്നത്. ഓക്കെ, പിന്നെ എന്തൊക്കെ റെക്കോർഡ്സും രജിസ്റ്ററുകളാണ് നമ്മളൊരു ഹോസ്പിറ്റലിൽ സൂക്ഷിക്കുന്നത്. പിന്നെ സ്റ്റോറേജ് ആയിട്ട് ബന്ധപ്പെട്ടാണ് നമുക്ക് ഒത്തിരി ക്വസ്റ്റ്യൻസ് വരാം കേട്ടോ. ചില മരുന്നുകളുടെ സ്റ്റോറേജ് എന്നിട്ട് ഏത് ടൈപ്പ് ഓഫ് മരുന്നുകൾ സ്റ്റോർ ചെയ്യുന്ന മെത്തേഡാണ് എന്നൊക്കെ വേണമെങ്കിൽ നമ്മളോട് ചോദിക്കാം. ഓക്കെ, അതുപോലെ ആ നാർക്കോട്ടിക് ഡ്രഗ്സുകളുടെ പേരൊക്കെ ഓർക്കാം കേട്ടോ. മോർഫിൻ, പിത്തലിൻ, ബാർബിറ്റ്യൂറേറ്റ്സ്, അതൊക്കെ ഒന്ന് ഫോക്കസ് ചെയ്ത് പഠിക്കാം. കോൾഡ് സ്റ്റോറേജ് ഡ്രഗ്സ് പറയുമ്പോൾ അതിനകത്ത് നമ്മുടെ ആന്റിബയോട്ടിക്സ്, വിറ്റമിൻസ്, പിന്നെ ലിവർ എക്സ്ട്രാക്ട് അല്ലെ, അങ്ങനെയുള്ളതൊക്കെ ഒരു 15 തൊട്ട് 20 ഡിഗ്രി സെന്റിഗ്രേഡിലാണ് സൂക്ഷിക്കുന്നത്. അതേസമയം നമ്മുടെ സെറം, വാക്സിൻ, ഹോർമോൺസ് ഒക്കെയാണ് 2 to 8 ഡിഗ്രി സെന്റിഗ്രേഡിലാണ് സൂക്ഷിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഡീപ്പ് ഫ്രീസറിൽ സൂക്ഷിക്കണം മരുന്നുകളാണ് കേട്ടോ. അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി തരാം. ഓക്കെ, ടെമ്പറേച്ചർ ഒക്കെ ചോദിക്കാം, മാറ്റിത്തരാം. അപ്പൊ അങ്ങോട്ട് മാറിപ്പോകരുത് കേട്ടോ. പിന്നെ എന്താ പറയാ, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് നമ്മൾ അവിടെ എക്സ്പെക്ട് ചെയ്യുന്നത്. പിന്നെ മെഡിക്കേഷൻ പ്രൊസീജിയറിൽ നിന്ന് വലിയ കാര്യമായിട്ട് ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയില്ല. അവിടെ ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഞാൻ പറഞ്ഞത്. ഡോക്ടേഴ്സ് പ്രിസ്ക്രൈബ് ചെയ്യുന്ന അതിനെ ട്രാൻസ്ക്രൈബ് ചെയ്യുന്നത് നേഴ്സ് ആണെന്നുള്ളത് മനസ്സിലാക്കി വെക്കാം. പിന്നെ ശ്രദ്ധിക്കേണ്ടത്, ഒരു ഇന്റർവ്യൂ നേഴ്സ് കൊടുക്കുന്നതിന് മുമ്പായിട്ട് എന്തെല്ലാം കാര്യങ്ങളാണ് ചെക്ക് ചെയ്യുന്നത്. പേഷ്യന്റിന്റെ ഐഡി ചെക്ക് ചെയ്യണം, ബെഡ് നമ്പർ നോക്കണം, അതേപോലെ പേര് നോക്കണം, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ അതൊന്നും നോട്ട് ചെയ്ത് പഠിക്കാം കേട്ടോ. പിന്നെ നമ്മള് ഫിനാൻസ് ഇപ്പോഴും അറിയാം ഏതൊക്കെ ഫിനാൻസ് സോഴ്സസ് ഉണ്ട് ഹോസ്പിറ്റലിനുണ്ട്. അതിൽ പ്രൈമറി സോഴ്സ് ഏതാണ് മനസ്സിലാക്കി വെക്കാം.
പിന്നെ ഒരു ഫാർമസി ഫേസ് ചെയ്യേണ്ടതായിട്ട് വരുന്ന പ്രോബ്ലംസ് എന്തൊക്കെയാണ് അത് അർത്ഥമിട്ട് തന്നെ പഠിക്കാം. കാര്യം വേറെ വല്ല ഡിപ്പാർട്ട്മെന്റിന്റെ പ്രോബ്ലംസും കൂടെ മിക്സ് ചെയ്തിട്ട് എന്നിട്ട് ഇതിൽ ഫാർമസി ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ് ഏതാണ്, അല്ലെങ്കിൽ കുറെ തന്നിട്ട് ഡാഷ് പ്രോബ്ലം ഫേസ് ചെയ്യുന്ന ഫാർമസി നമുക്ക് പറഞ്ഞു തരാം. അങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങളൊക്കെ എക്സ്പെക്ട് ചെയ്യാം അവിടെ നിന്ന്. പിന്നെന്താണ് റോൾ ഓഫ് ചീഫ് ഫാർമസിസ്റ്റ്, ഫാർമസിസ്റ്റിന്റെ റോള് ചിലപ്പോൾ ചോദിക്കാം. ഒരു തെറാപ്യൂട്ടിക് DTC എന്ന് പറയുന്ന ഡ്രഗ്സ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങൾ പ്രാവർത്തികമാക്കാനായിട്ട് ഫുൾഫിൽ ചെയ്യാനായിട്ട് റെസ്പോൺസിബിൾ ആയിട്ടുള്ളത് ആരാണ്? ചീഫ് ഫാർമസിസ്റ്റ് ആണ് കേട്ടോ. ഓക്കെ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചു വെക്കും. ഇത്രയേ ഉള്ളൂ കേട്ടോ. നമ്മുടെ ചാപ്റ്റർ സിമ്പിൾ ആണ്, വായിക്കാം കേട്ടോ. ഇനി നമ്മുടെ ടൈം ഏകദേശം കഴിഞ്ഞു. ഇനി ഞാൻ പുതിയൊരു ചാപ്റ്ററും കൂടെ തിരിച്ച് തുടങ്ങി വെക്കാന്ന് വിചാരിച്ചിട്ടുണ്ട്, നടന്നില്ല. നെറ്റ്വർക്ക് ഇഷ്യൂ ഒക്കെ വന്നിട്ട് അതുകൊണ്ടാണ് കേട്ടോ. അപ്പൊ നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഞാൻ എടുക്കാൻ പോകുന്ന ചാപ്റ്റർ ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻ ആയിരിക്കും കേട്ടോ. ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻ, HAI എന്നാണ് ഷോർട്ടാക്കി പറയാം. ആ ഒരു ചാപ്റ്റർ ആയിരിക്കും തന്നെ നെക്സ്റ്റ് ക്ലാസ്സിൽ തുടങ്ങാനായിട്ടുള്ളത്. വളരെ എളുപ്പമുള്ള ചാപ്റ്റർ ആണ് കേട്ടോ. നമുക്ക് വായിച്ച് നമുക്ക് പരിചയമുള്ള നമ്മുടെ എക്സ്പീരിയൻസിൽ നമുക്ക് കിട്ടുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ. ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ ഞാനൊന്ന് അൺമ്യൂട്ട് ചെയ്യാണ്. ഇന്നത്തെ ക്ലാസ്സിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളാം. ക്ലാസ്സിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കൂട്ടാ. ഈ ചാപ്റ്റർ ക്ലിയർ അല്ലേ? കുഴപ്പമില്ലല്ലോ, സിമ്പിൾ അല്ലേ? വായിച്ചു നോക്കണം കേട്ടോ. ക്ലാസ് മിസ് ആയവര് റെക്കോർഡഡ് ക്ലാസ് കാണാൻ നോക്കണേ. ഡൗട്ട്സ് ഒന്നുമില്ലല്ലോ? ഓക്കെ അല്ലേ? നിങ്ങള് ആ ഒരു ടാബുലാർ കോളം ഫ്ലോ ചാർട്ട് കൈകാട്ട് ചെയ്യണം കേട്ടോ. അതിന് ചോദ്യമൊക്കെ വരും, നമ്മള് വെറുതെ മിസ്സാക്കി കളയരുത്. ഓക്കെ എന്നാ കുഴപ്പമൊന്നുമില്ലല്ലോ, ഡൗട്ട് ഒന്നുമില്ലല്ലോ? അപ്പൊ ശരി കേട്ടോ. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു.